ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? ഇതാ ആ സഭയുടെ മുമ്പിൽ വെച്ച്, ദേവദാസന്മാരുടെ കൂട്ടമാണ്, ആ സഭയുടെ മുമ്പിൽ വെച്ച് ഇതെന്ത് ചെയ്യണം? അവരെ ശാസിക്കണം. അപ്പൊ എന്തിനാ? ആ വ്യക്തി മാത്രമല്ല, ഇത് കേട്ടിരിക്കുന്ന മറ്റു വ്യക്തികൾക്കും ആ തിരിവ്, ദൈവം ആഗ്രഹിക്കുന്ന തിരിവിലേക്ക് കടന്നു വരാൻ ഇടയാകും. നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളായിട്ടാണ്. അതാണ് നമ്മളുടെ തെറ്റ്. നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മൾ കർത്താവ് യേശുവുമായി നമ്മളെ കമ്പയർ ചെയ്യണം. നരകയോഗ്യനെ സ്വർഗയോഗ്യനാക്കാനാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഈ ബൈബിൾ തന്നെ പ്രസംഗിച്ചു, വചനം പ്രസംഗിച്ചിട്ട് നരകയോഗ്യനെ നിങ്ങളുടെ മതത്തിൽ ചേർത്തു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ അവനെ ആരാക്കുന്നു? കർത്താവ് തന്നെ ഉത്തരം പറഞ്ഞു. അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ അവനെ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. എങ്ങനെ? നേരത്തെ പകുതി ഉണ്ടായിരുന്നുള്ളൂ, ഒന്നണ്ടാൾ, ഇപ്പൊ 2 ഫോൾഡായി. എന്നാൽ ആ തലതിരിഞ്ഞു പോയതിനെ നേരെയാക്കുകയും തുടർന്ന് ഈ സഭ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് കടന്നു വന്ന് അവരെ ക്രിസ്തുവിന്റെ ദർശനത്തിൽ നിൽക്കുമ്പോൾ ഇതാ ലോകത്തിലുള്ള മറ്റു മനുഷ്യരും ആ ക്രിസ്തുവിനോട് ചേർന്ന് വരുവാൻ ഈ സഭ കാരണമായി തീരണം. ഈ ലോകത്തിൽ പറയുന്ന ഒരു ഗ്രൂപ്പും സ്വർഗരാജ്യത്തിലില്ല. ഗ്ലോറി! അവിടെയുള്ളത് ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ മക്കളാണ്. നേരത്തെ ദൈവജനം ലോകം അന്വേഷിച്ച് പുറത്തേക്ക് നോക്കി. പൗലോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോ ദൈവജനം ലോകം വേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കി. നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ അരിഷ്ട ക്രിസ്ത്യാനി അല്ല. ലോകം അന്വേഷിക്കുന്നവനാണെങ്കിൽ അരിഷ്ട ക്രിസ്ത്യാനിയാണ്. സുബോധം വന്നാൽ എന്നെ ചിന്തിക്കും? അവിടെ പറയാണ്, അപ്പോൾ സുബോധം വന്നിട്ട്, ഗ്ലോറി, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ ഉടനെ ചിന്തിക്കുന്നത് അവന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ചാണ്. ആ അപ്പന്റെ ഭവനമാണ് ദൈവരാജ്യം. ഇതാണ് ക്രിസ്തുവിന്റെ ദർശനം. ഇതാണ് ക്രിസ്തുവിന്റെ ദർശനം. ഇതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. ഒരുക്കിയിരിക്കുക. 5 വർഷം കൊണ്ട് നീ നിർത്തണ്ട, നീ അവിശ്വാസ പ്രമേയം കൊണ്ട് താഴെ വരണ്ട. പകരം നിന്നെ അവിടെ MP MLA മന്ത്രിയല്ല, നിന്നെ ദൈവത്തിന്റെ കോഴ്സിന് നിത്യനായ ഭൂമിയുടെ രാജാവായി യേശു ക്രിസ്തുവിനോടൊപ്പം യെരൂശലേം തലസ്ഥാനമാക്കി ഭൂമിയെ വാഴുന്ന ആ രാജാവാക്കുവാനുള്ള ഓഫർ കിടക്കുമ്പോ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാതെ, ഇതിനെക്കുറിച്ച് പറയാതെ ഈ ലോകത്തിൽ അരിഷ്ടമായ ഒരു ക്രിസ്ത്യാനിത്വത്തെ ഉണ്ടാക്കി ഇന്ന് ഈ തലമുറകൾ പോകുമ്പോ ഇതിന്റെ നടുവിൽ യേശു പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം പ്രസംഗിച്ച് ഈ ജനത്തെ അതിലേക്ക് ആർത്തിയുള്ളവരായി ആ ദൈവിക ഭവനത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ശുശ്രൂഷ ദൈവം ഈ പട്ടണത്തിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. ദൈവവചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ ഈ ആലപ്പുഴ പട്ടണത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമക്കൾ ഒരുക്കിയ ഈ സംരംഭത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഈ മണ്ണുകൊണ്ടുള്ള ഉടുപ്പിൽ പരസ്പരം കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഈ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത, ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ച എല്ലാ ദൈവജനത്തെയും ദൈവം മാനിക്കട്ടെ. അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്വർഗത്തിലെ ദൈവം തൻ്റെ ദർശനത്താൽ നിറച്ച് തൻ്റെ പദ്ധതിയിൽ എത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ലോകത്തിൻ്റെ 7 വൻകരകളിൽ നിന്ന് കർത്താവിൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ ഈ മൺകൂടാരത്തിലൂടെ ശ്രവിക്കുന്ന നിങ്ങളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയരെ, ഈ ശുശ്രൂഷ ഇവിടെ പ്രിയ സഹോദരങ്ങൾ വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം അവർ കഴിഞ്ഞ നാളുകളിൽ അവർ ആരാധിക്കുന്ന, അവർ സ്തുതിക്കുന്ന
ക്രിസ്തുവിൻ്റെ മണവാളന്റെ ചിന്ത എന്തെന്ന് അവർ മനസ്സിലാക്കി. ക്രിസ്തുവിന്റെ ദർശനം എന്തെന്ന് അവർ മനസ്സിലാക്കി. ക്രിസ്തുവിന്റെ വിഷൻ എന്തെന്ന് അവർ മനസ്സിലാക്കി. തുടർന്ന് ആ വിഷൻ, ആ ദർശനം മറ്റുള്ള തങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, ചുറ്റുപാടുമുള്ളവരിലേക്ക് എത്തിക്കുവാൻ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം കൊടുത്ത താല്പര്യമാണ് ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുവാനും തുടർന്ന് നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ആ ക്രിസ്തുവിന്റെ ദർശനം നിങ്ങളുമായി പങ്കുവയ്ക്കാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കുന്നത്. ഈ സംരംഭത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്കിതിനു മുമ്പ് പരിചയമുള്ള പല മുഖങ്ങളെ ഇവിടെ കാണുന്നു. ദൈവത്തിന്റെ വചനം കേട്ടിട്ടും മതിവരാതെ മരുഭൂമി എത്ര വെള്ളം കുടിച്ചാലും വീണ്ടും വെള്ളം കുടിക്കുവാൻ ദാഹിക്കുന്നത് പോലെ ആ വചനത്തോടുള്ള നിങ്ങളുടെ ദാഹം നിങ്ങളെ കൂടുതൽ ജീവൻ പ്രാപിപ്പാനും കൂടുതൽ ദൈവിക തേജസ് പ്രാപിക്കാനും ഇടവരുത്തും. ഞാൻ നിങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വചനം കേൾക്കുമ്പോൾ ബോറടിക്കുന്ന ഒരു സമൂഹമുണ്ട്. എന്നാൽ ആ സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ആർത്തിയോടെ മാൻ നീർ വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ ദൈവവചനത്തിനായി ദാഹിച്ച് കടന്നു വന്നവർക്കായി സ്തോത്രം. ഈ കൂട്ടത്തിൽ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നിങ്ങൾക്കായി ഞാൻ പ്രത്യേകമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം ഒരാളും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. ക്രിസ്തുവാകുന്ന തലയോളം നമ്മൾ ഓരോ നിമിഷം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ടൈറ്റിലുകൾ നമ്മളെ വളർച്ച മുരടിപ്പിക്കുമ്പോൾ ആ ടൈറ്റിലുകളൊന്നും വളർച്ച മുരടിപ്പിക്കാതെ ക്രിസ്തുവാകുന്ന തലയോളം വളർന്ന അവർക്കായി സ്തോത്രം. ഒരു എൽഡർ, ഒരു പാസ്റ്റർ, ഒരു പ്രവാചകൻ എന്നൊക്കെ ടൈറ്റിൽ വന്നാൽ അതോടുകൂടെ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പയർ നട്ട് കഴിഞ്ഞാൽ അതിലൊരു തരം കറുത്ത ഈച്ച വന്നിരിക്കും. ആ കറുത്ത ഈച്ച വന്നാൽ പിന്നെ പയർ വളരൂല. ഇതേപോലെ ഒരപ്പൻ ഭൂമിയിലുണ്ട്, അത് മരിക്കുന്ന അപ്പനാണ്. ആ മരിക്കുന്ന അപ്പനാണ് എനിക്ക് ഷാജി ജോസഫ് എന്ന് പേരിട്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ സ്വർഗീയ പിതാവിനാൽ വീണ്ടും ജനിച്ചവനാണ്. ഗ്ലോറി. ആ അപ്പന് മരണമില്ല. ആ അപ്പനാൽ വീണ്ടും ജനിച്ചവനും മരണമില്ല. ഗ്ലോറി. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. ജഡത്താൽ ജനിച്ചത് സെമത്തേരി വരെ മാക്സിമം യാത്ര ചെയ്യുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ജഡത്താൽ ജനിച്ചതിന് ഒരിക്കലും സ്വർഗരാജ്യം, ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയുകയില്ല. ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഗ്ലോറി. അപ്പോൾ ഇതാ രണ്ട് തലത്തിൽ ജനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി. നിങ്ങൾക്കും ഇതാ ഈ ശബ്ദപരിധിയിൽ, കാഴ്ചപരിധിയിൽ ആയിരിക്കുന്ന നിങ്ങൾ പലരും യേശുക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ചവർ ഇതേപോലെ ജനിക്കപ്പെട്ടവരാണ്. ഇന്ന് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കയറിപ്പോകുന്നൊരു ജീവിതമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അടുക്കളയിലെ അല്ലെങ്കിൽ ബാത്റൂമിലെ വാട്ടർ ടാപ്പ് മിക്സർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, പഴയ വീടുകളിലൊന്നും ആയിരിക്കില്ല, പുതിയ ടൈപ്പ് വീടുകളിലെ വാട്ടർ ടാപ്പ് മിക്സറുണ്ട്. അതിൽ നിങ്ങൾക്കറിയാം പുറത്തേക്ക് വരുന്നത് ഒരു ടാപ്പേ ഉള്ളൂ. പക്ഷേ അതിൽ രണ്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. ഒരു ചൂടുവെള്ളത്തിൻ്റെയും ഒരു തണുത്ത വെള്ളത്തിൻ്റെയും. എന്നിട്ട് അതിന് വെറും ഗാർഡൻ ടാപ്പെന്നോ വാട്ടർ ടാപ്പെന്നോ അല്ല പറയുന്നത്, അതിന് പറയുന്നത് മിക്സർ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഇതേപോലെയാണ് നമ്മൾ വീണ്ടും ജനിച്ച ഓരോരുത്തരുടെയും ഈ ഭൂമിയിലെ ജീവിതം. ജഡ മനുഷ്യനും ആത്മമനുഷ്യനും രണ്ടിനും കൂടി വെളിപ്പെടാൻ ഒറ്റ ബോഡിയേ ഉള്ളൂ.
ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി വന്നിട്ട് മിക്സായി ഇതാ ആ ഒറ്റ ടാപ്പിലൂടെ ഒറ്റ എക്സിറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നത് പോലെ ഇന്ന് വീണ്ടും നമ്മൾ ഓരോരുത്തരും രണ്ട് മനുഷ്യൻ്റെ ഒരു മിശ്രിതമാണ്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു മിക്സറാണ്. ഏത് നാം പുറത്തെടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മളുടെ അടുത്ത ജീവിതത്തിലേക്ക് നമ്മൾ ക്വാളിഫൈ ആകണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇന്ന് ജഡത്താൽ ജനിച്ചവൻ്റെയും ആത്മാവാൽ ജനിച്ചവൻ്റെയും വീണ്ടും ജനിച്ചവരുടെ കാര്യമായി പറയുന്ന ഒരു മിക്സാണ് നമ്മൾ ഓരോരുത്തരും. നാം ഏത് പുറത്തെടുക്കുന്നു അതനുസരിച്ചിരിക്കും അടുത്ത നമ്മുടെ ഫ്യൂച്ചർ, ഭാവി തീരുമാനിക്കുന്നത്. ജഡത്തിൽ നിന്ന് ജനിച്ചാൽ നാം പുറത്തെടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ആ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ അവൻ മരിക്കും നിശ്ചയം. ഗ്ലോറി. എന്നാൽ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ അവൻ ജീവിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇതാ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് ഒരു ഭാഗം ജഡത്തിൽ നിന്ന് ജനിച്ച ഒരു ഭാഗമുണ്ട്, ആത്മാവിൽ നിന്ന് ജനിച്ച മറ്റൊരു ഭാഗവുമുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഇന്ന് നല്ലൊരു പങ്കും ആയിരിക്കുന്നത്. തുടർന്ന് ഇവിടെ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ടൈറ്റിലാണ് വിഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ദർശനം നിങ്ങളെ അറിയിക്കുക. ആ ക്രിസ്തുവിൻ്റെ ദർശനം നിങ്ങളെ അറിയിക്കുവാനാണ് ഇപ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന പ്രേരണ. ഇതേ തലത്തിലുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായിട്ട് കോട്ടയം പട്ടണത്തിൽ സ്വർഗത്തിലെ ദൈവം എല്ലാ ബുധനാഴ്ചകളും നടത്തിക്കൊണ്ടേയിരുന്നു. ആ ബുധനാഴ്ച ഇന്ന് ആ കോട്ടയം പട്ടണത്തിൽ ആ മീറ്റിംഗ് ഇല്ല. അതിന് പകരമാണ് ഇതാ നിങ്ങൾക്ക് ഈ സന്ദേശം ലഭിക്കുവാനായിട്ട് ഇടയായത്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഒരു സുവിശേഷത്തിൻ്റെ കാര്യം പറയുന്നു. അവിടെ പറയാണ്, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. പ്രിയ സഹോദരങ്ങളെ, ഈ വാക്യത്തിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അന്ത്യകാല ശുശ്രൂഷയാണിത്. രാജ്യത്വത്തിൻ്റെ, രാജ്യമെന്നല്ല, യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലേക്ക് വായിച്ച കിങ്ഡം എന്നാണ്. ഗ്ലോറി. രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ കൺട്രി എന്നാണ്, കൺട്രി. പക്ഷെ കൺട്രി അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, കിങ്ഡമാണ്, രാജ്യത്വം എന്നുള്ളതാണ്. രാജ്യത്വത്തിൻ്റെ ഈ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിൽ ഒക്കെയും അറിയിക്കപ്പെടും. അതോടെ അവസാനം. അപ്പോൾ ഇതാ ഈ യുഗത്തിൻ്റെ ഷട്ടർ ദൈവം ഇടാൻ പോവുകയാണ്. ഇത് പറയുമ്പോൾ മനുഷ്യർക്ക് നല്ലൊരു പങ്കിന് യാതൊരു വിശ്വാസവുമില്ല. യുഗത്തിൻ്റെ ഷട്ടർ വീഴാൻ പോവുകയാണ്. ഈ ഷട്ടർ ആരാണ് ഷട്ടർ ഇടാൻ പോകുന്നത്? സൃഷ്ടാവായ ദൈവം തന്നെ ഷട്ടർ ഇടാൻ പോവുകയാണ്. അതോടെ അവസാനം. അപ്പോൾ ഒരു രാജ്യത്വത്തിൻ്റെ സുവിശേഷം സർവ്വലോകത്തിലും അറിയിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇതാ ഈ ആലപ്പുഴ പട്ടണത്തിലും ഇത് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ പട്ടണത്തിൽ മാത്രമല്ല, ഇന്ന് ഈ ശുശ്രൂഷ ഇതാ ദൈവം ഒരുക്കിയ ഇൻ്റർനെറ്റ് IT സംവിധാനത്തിലൂടെ ലോകത്തിലെ 7 വൻകരകളിലും ഇത് ഇപ്പോൾ കാണാൻ കഴിയും. ഇതാ ആ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35-40 വർഷമായി കർത്താവ് ടെക്നോളജിയെ അതിവേഗം വർദ്ധിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രവചന നിവൃത്തിക്ക് വേണ്ടിയാണ്. ഗ്ലോറി. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ അവിടെ സുവിശേഷം അറിയിക്കുന്നത്, ഒരു നിത്യ സുവിശേഷം അറിയിക്കുന്നത് മനുഷ്യനല്ല, ഒരു ദൂതനാണ്. അവിടെ യോഹന്നാൻ കാണുകയാണ് ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൂതൻ. ആ പറന്നുകൊണ്ടിരിക്കുന്ന ആ ദൂതന്റെ കയ്യിൽ സകല ജാതികൾക്കും കൊടുക്കാൻ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. നിത്യ സുവിശേഷം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ആ ഭാഗം അതിൻ്റെ 6 വായിച്ചാട്ടെ.
വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. പറക്കാൻ തുടങ്ങിയെന്നല്ല, പറക്കുന്നത് കണ്ടു. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് യോഹന്നാൻ കാണുന്നത്. എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ദൂതൻ ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിക്കുവാൻ അവന്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ഇതാ, സകലർക്കും അറിയിക്കുവാൻ അവന്റെ കയ്യിൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. സുവിശേഷം ഒന്നേ ഉള്ളൂ, അതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ഗ്ലോറി. അവന്റെ കയ്യിൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. യേശു പ്രസംഗിച്ച സുവിശേഷം ഇന്ന് ഈ ഭൂമിയിൽ കേൾക്കുന്നത് വളരെ വിരളമാണ്. ഗ്ലോറി. എന്നാൽ അന്ത്യകാലത്ത് സുവിശേഷം, ഇതാ ഒരു ദൂതൻ സുവിശേഷം അറിയിക്കുന്നു അല്ല അവിടെ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ സുവിശേഷം അറിയിച്ചത് നടന്നുപോയാണ്. ഇതാ, നിങ്ങൾ പോയി അറിയിപ്പിൻ. എന്നാൽ അവസാന അന്ത്യകാലത്തിലേക്ക് വരുമ്പോൾ പിന്നെ സുവിശേഷം നടന്നല്ല പോകുന്നത്, സുവിശേഷം പറന്നാ പോകുന്നത്. ഗ്ലോറി. സുവിശേഷം പറന്നു പോവുകയാണ്. എന്താണ്? ഇതാ, ഇന്ന് ഇപ്പോഴിവിടെ ഞാൻ പ്രസംഗിക്കുന്നത്, ഇതാ ഈ ഇന്റർനെറ്റ് ദൈവം ഒരുക്കിയ ഈ ജ്ഞാനത്തിന്റെ മാർഗത്തിലൂടെ ഇതാ ഇപ്പോൾ ഇത് പറന്നു പോയി ലോകത്തിന്റെ 7 വൻകരകളിലും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഗ്ലോറി. മത്തായി 24:14 നിവർത്തീകരണമാണ്. അതായത് രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കും എന്നുള്ള ആ ദൈവത്തിന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവചന നിവൃത്തിയാണ് മക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടെ ഞാനല്ല, ദൈവം പറയുന്നു, ഇതാ ഈ യുഗത്തിന്റെ ഷട്ടർ വീഴുകയായി, അതോടെ അവസാനം. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം ദൈവം ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ആ പദ്ധതി അതോടെ അവസാനിക്കും. ഗ്ലോറി. ആ പദ്ധതി അതോടെ അവസാനിക്കും. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ഈ പദ്ധതി എന്താണെന്ന് അറിവില്ലാത്ത ഒരു കൂട്ടം ജനമാണ് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്നത്. അതിൽ തന്നെ ഈ പദ്ധതി ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കർത്താവ് തെരഞ്ഞെടുത്ത മറ്റൊരു കൂട്ടം ജനമുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതാണ് സഭ. ഗ്ലോറി. തെറ്റിപ്പോയ, വഴിവിട്ടുപോയ ലോകത്തിൽ നിന്ന് ഇതാ ജനത്തെ നേരെ കൊണ്ടുവരുവാൻ കർത്താവ് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ തെരഞ്ഞെടുത്തതാണ് തൻ്റെ സഭയെ. എന്നാൽ ഇന്ന് ഇതാ ലോകം സഭയിലേക്ക് ഇടിച്ചു കയറി ഇന്ന് ആ സഭയും തലതിരിഞ്ഞു പോയിരിക്കുന്നു. ഗ്ലോറി. എന്നാൽ ആ തലതിരിഞ്ഞു പോയതിനെ നേരെയാക്കുകയും തുടർന്ന് ഈ സഭ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ദർശനത്തിലേക്ക് കടന്നു വന്ന് അവരെ ക്രിസ്തുവിൻ്റെ ദർശനത്തിൽ നിൽക്കുമ്പോൾ ഇതാ ലോകത്തിലുള്ള മറ്റു മനുഷ്യരും ആ ക്രിസ്തുവിനോട് ചേർന്ന് വരുവാൻ ഈ സഭ കാരണമായി തീരണം. അതിനുവേണ്ടിയാണ് ഈ ശുശ്രൂഷ. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ കർത്താവിൻ്റെ ദർശനം എന്തെന്ന് ആദ്യം നാം മനസ്സിലാക്കിയില്ല എങ്കിൽ ഇതാ വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ സാധാരണ ചിന്തിച്ചതുപോലെയുള്ള തലത്തിൽ ചിന്തിക്കുവാൻ ഇടയാകരുത്. ഗ്ലോറി. അതായത് നിങ്ങളുടെ ഈ ഭൂമിയിലെ ഇപ്പോൾ ജീവിക്കുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്ന ഒരു തലം മാത്രമായി ഇതിനെ അവസാനിപ്പിക്കരുത്. പകരം ക്രിസ്തുവിൻ്റെ ദർശനത്തിലേക്ക് നാം കടന്നു വന്ന് നമ്മളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിനെയും ഈ ഭൂമിയിലുള്ള ആവശ്യങ്ങളെയും ഒരുമിച്ച് സോൾവ് ചെയ്യുന്ന ഇതാ വളരെ മനോഹരമായ ഒരു പദ്ധതിയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലുള്ള. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഞാനും നിങ്ങളും ഇതാ ഇന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പോലും ഇതാ ലോകത്തിൽ പിശാചൊരുക്കിയ ഒരു ലോക സംവിധാനമുണ്ട്. ബൈബിൾ മലയാളത്തിൽ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇതാ ഈ ലോകത്തിൻ്റെ കാലഗതി. ഹലോ, എന്താണ് ഈ ലോകത്തിൻ്റെ കാലഗതി? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. ഗ്ലോറി. അപ്പോൾ ഞാൻ നിങ്ങളും അറിയാതെ ഈ ലോകത്തിൻ്റെ കാലഗതിയിൽ കോഴ്സ് ഓഫ് ദിസ് വേൾഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനിച്ചപ്പോൾ മുതൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് നാം പിന്മാറി ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കോഴ്സിലേക്ക് ഞാനും നിങ്ങളും മാറണം. മാറിയില്ല എങ്കിൽ നമുക്ക് അപകടമാണ്. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇവിടെ പ്രിയ സഹോദരങ്ങൾ, ഈ ലോകത്തിൻ്റെ കോഴ്സിൽ നമ്മൾ ഓടി
ഈ ലോകത്തിൻ്റെ കോഴ്സ് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 1-2 വാക്യങ്ങൾ പറയാണ്, നാം ഇതാ മുമ്പേ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. ഈ മരിച്ചവരായിരുന്ന നമ്മളെ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ ഭാഗം നിർത്തി വായിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിന്റെ കോഴ്സ്. ഗ്ലോറി നമുക്കറിയില്ലേ കോഴ്സ്, BA, MA, MBBS ഇതൊക്കെ കോഴ്സുകളാണ്. അതേപോലെ ഈ ലോകത്തിന്റെ കോഴ്സിൽ, അതാണ് ഈ ലോകത്തിന്റെ കാലഗതി എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന്റെ കോഴ്സിലായിരുന്നു. എപ്പോ? മുമ്പേ. അങ്ങനെയല്ലേ കേൾക്കണേ? ഒന്നുകൂടി വായിച്ചേ. അവയിൽ നിങ്ങൾ മുൻപേ. എപ്പോ? മുമ്പേ. അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ അതിലല്ല എന്ന്. പക്ഷേ ഇന്ന് ലോകം സഭയിലേക്ക് കയറിയതുകൊണ്ട് ഇന്നും സഭകൾ അതേ കോഴ്സിൽ തന്നെയാണ്. കോഴ്സ് മാറിയിട്ടില്ല. അപ്പൊ ഇവിടെ കോഴ്സ് മാറേണ്ടതുണ്ട്. ആദ്യമായിട്ട് കോഴ്സ് മാറേണ്ടതായിട്ടുണ്ട്. മുമ്പേ വായിച്ചോ. മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതി, അതാണ് ദ കോഴ്സ് ഓഫ് ദിസ് വേൾഡ്. കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മളോട് പറയാണ് ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. ഇപ്പോഴും പറയാണ് അങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ പാട്ട് പാടിയത് ക്രിസ്തുവിൻ്റെ പാട്ടാ. ഗ്ലോറി. പക്ഷെ സംഭവത്തെ നോക്കി തിരിഞ്ഞു വരുമ്പോൾ കോഴ്സ് ഇതുവരെ മാറിയിട്ടില്ല. കോഴ്സ് ഇപ്പോഴും പഴയത് തന്നെയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ലോകത്തിൻ്റെ കോഴ്സിൽ എല്ലാവരും എന്തിനു വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നേ? ജനിച്ചു, ഒരു 3-ാം വയസ്സാകുമ്പോൾ തന്നെ LKG കൊണ്ടാക്കുന്നു, UKG 1-ാം ക്ലാസ് പോലെ പഠിത്തം തുടങ്ങുന്നു. 1, 2, 3, 4, 5 അങ്ങ് പഠിക്കുന്നു. പിന്നെ 10 അല്ല +2. എന്തിനാ പഠിക്കണേ? അവളെ ഒരു ഹണ്ടറാക്കി മാറ്റി, ഒരു വേട്ടക്കാരനാക്കി മാറ്റിയോ? വേട്ടക്കാരൻ കണ്ടിട്ടില്ലേ? വേട്ടക്കാരൻ എന്താ ചെയ്യണേ? അമ്പും വില്ലും ഒക്കെ ആയിട്ട് പോകും. എന്നിട്ട് അവർ മാനിനെ, മൊയലിനെ, ഇതിനെ പലതിനെയും അമ്പ് ചെയ്ത് പിടിച്ചിട്ട് വീട്ടിലേക്ക് തൂക്കിക്കൊണ്ടുവരും. ഇല്ലേ? നമ്മൾ അറിയാൻ പാടില്ലെങ്കിൽ പെട്ടെന്ന് ഓർത്താൽ ഏശാവ് ഇല്ലേ? പുള്ളിക്കാരൻ്റെ പരിപാടി വേട്ടയായിരുന്നു. അതുകൊണ്ടാണ് ഐസക്കിന് വലിയ ഇഷ്ടം പുള്ളിയെ. ഗ്ലോറി. ഇതേപോലെ തന്നെ നമ്മളെല്ലാവരെയും ഈ ലോകത്തിൻ്റെ കോഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? ഒരുക്കുകയാ. എന്തിനു വേണ്ടി? വേട്ടക്കാരനായി. എന്ത് വേട്ടയിടാൻ? പണം വേട്ടയാടി ഗ്ലോറി. എല്ലാറ്റിനെയും പണം വേട്ടയാടി പിടിക്കാൻ ഒരുക്കുകയാണ്. ഗ്ലോറി. യേശുവിൻ്റെ ഭാഷ പറഞ്ഞ 2 ദൈവങ്ങളേ ഉള്ളൂ. ഒന്ന് ദൈവവും ഒന്ന് പണവും. ഗ്ലോറി. രണ്ടിനോട് ഒരുമിച്ച് സേവിക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ട് കർത്താവ്. ഗ്ലോറി. അപ്പോൾ മറ്റേ ദൈവത്തെ വേട്ടയാടി പിടിക്കാൻ, ഏത്? പണത്തെ വേട്ടയാടി പിടിക്കാൻ ഗ്ലോറി ഈ ലോകം ട്രെയിനിങ് കൊടുക്കുന്നു. ഗ്ലോറി. കൂടുതൽ പഠിച്ചാൽ കൂടുതൽ പണം വേട്ടയാടി പിടിക്കാം. ഹല്ലേലൂയ. അപ്പോൾ അതിനെ വേട്ടയാടി പിടിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പണത്തിൻ്റെ പുറകെ ഇങ്ങനെ ഈ മനുഷ്യൻ ഓടുന്നത് കണ്ടോ? സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു മനുഷ്യനെ. ആ മനുഷ്യൻ പണത്തിൻ്റെ പുറകെ ഇങ്ങനെ ഓടുകയാ. കണ്ടോ? ഈ ലോക സിസ്റ്റം അത് അറേഞ്ച് ചെയ്തേക്കണോ? ഇവൻ്റെ ഓട്ടം ഒരിക്കലും നിൽക്കരുത്. ഇതേപോലെ അറേഞ്ച് ചെയ്തേക്കണേ. അങ്ങ് പണം വെച്ചേക്കണ കണ്ടോ? അതായത് ഇവൻ എത്ര ഓടിയാലും പണം മുമ്പേ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവനെ ഓരോന്ന് ഇട്ട് കൊടുക്കും. ഗ്ലോറി. അപ്പോഴാണ് ചർച്ചിൽ വന്നവൻ സാക്ഷ്യം പറയുന്നത്, കഴിഞ്ഞ ആഴ്ച എൻ്റെ ദൈവം എനിക്ക് നല്ലവനും വിശ്വസ്തനും ആയിരുന്നു. മനസ്സിലായ? അപ്പൊ അതിനു മുമ്പ് ദൈവം വിശ്വസ്തൻ. ആ സാക്ഷ്യത്തിൽ തന്നെ അറിയാം അതിനു മുമ്പ് ആ വ്യക്തിക്ക് ദൈവം വിശ്വസ്തനൊന്നും അല്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് എൻ്റെ ദൈവം നല്ലവനും വിശ്വസ്തനും ആയിരുന്നു. അതേ സാക്ഷ്യം തന്നെ തെറ്റ്. ദൈവം എപ്പോഴും വിശ്വസ്തൻ തന്നെയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല. നമുക്ക് ആ ദൈവത്തിൻ്റെ ദർശനം, ക്രിസ്തുവിൻ്റെ ദർശനം ഇല്ല. ഇതാ വിഷയം. നമ്മുടെ ദർശനം എന്ന് പറയുന്നത് ഈ പണം കൂടുതൽ കിട്ടുന്നതാണ് അനുഗ്രഹം. നമ്മൾ ചിന്തിക്കണേ. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരുവന് സമ്പത്ത് സമൃദ്ധി വർദ്ധിച്ചാലും അതല്ല അവന്റെ ജീവനാധാരം. അതല്ല അവന്റെ ജീവനാധാരം.
ഹല്ലേലൂയ, യേശുവിന്റെ വാക്കുകളാ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ലോകത്തിന്റെ സിസ്റ്റം നമ്മളെ എന്തിനു വേണ്ടി ഓടിക്കുകയാ? പണത്തിന്റെ പുറകെ നമ്മളെ ഇട്ട് ഓടിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മുടെ ദൈവം തന്ന സമയം മുഴുവൻ നമ്മൾ എന്തിനു കളഞ്ഞുകൊണ്ടിരിക്കുക? ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ച് ഈ യാത്രയുടെ ഇടയിൽ വെച്ചാണ് പെട്ടെന്ന് കേൾക്കുന്നത്, ഇതാ മത്തായി ഇന്നലെയും കൂടി കണ്ടതാ, പെട്ടെന്നായിരുന്നു നെഞ്ചുവേദന ആശുപത്രി കൊണ്ടുപോയത്. അങ്ങനെ മാത്തുക്കുട്ടി മുതലാളി പോയി, മാത്തുക്കുട്ടി മുതലാളി പോയി, പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. ഗ്ലോറി. കാരണം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളില് 78 അവയവങ്ങളുണ്ട്. ഗ്ലോറി. 206 അസ്ഥികൾ ചേർത്ത് നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കി. സ്വർഗത്തിലെ ദൈവമേ ഒരു ഫ്രെയിം ഉണ്ടാക്കി, ഇതിനെല്ലാം പരസ്പരം കണക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ, ഈ കാറിൻ്റെ ഉള്ളിൽ സ്പെയർ പാർട്സുകൾ ഫിറ്റ് ചെയ്യണത് പോലെ 78 അവയവങ്ങൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഈ വയറിട്ട് എല്ലാം കണക്ട് ചെയ്യത്തില്ലേ, ഇതേപോലെ ഞരമ്പുകൾ ഇട്ട് ഏകദേശം 1,00,000 കിലോമീറ്റർ ഞരമ്പുകൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഈ അവയവങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തു. ഗ്ലോറി. എന്നിട്ട് മനോഹരമായ ഇതാ ഒരു തൊലി, 79ാമത്തെ അവയവമായ ഒരു തൊലി അതിൻ്റെ പുറത്തിട്ടു. ഗ്ലോറി. എന്നിട്ട് ദൈവം അതിന് പല പല കളറുകൾ കൊടുത്തു. ചിലതിന് വെളുപ്പ്, ചിലതിന് കറുപ്പ്, ചിലതിന് ഇരുനിറം, ഇല്ല ചിലത് റെഡ് ഇന്ത്യൻസ്, ഇങ്ങനെ പല പല കളറുകൾ കൊടുത്തു. പിഗ്മെന്റ് നമ്മളില്ലേ വീട്ടിലൊക്കെ ഏഷ്യൻ പെയിന്റ്സ് അടിക്കത്തില്ലേ, ഇതേപോലെ കർത്താവ് ഇതിന് പെയിന്റ് അടിച്ചു. ഗ്ലോറി. എന്നിട്ട് കർത്താവിന്റെ പ്രൊഡക്റ്റ് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ ലോകത്തോട് പറഞ്ഞാൽ അവൻ സുല്ലിടും. ഗ്ലോറി. ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു. ഗ്ലോറി. എന്നിട്ട് ഇതിനെ പ്രവർത്തിപ്പിക്കാൻ ഒരു കൊച്ചു മോട്ടറും പിടിപ്പിച്ചു. ഗ്ലോറി. ഈ കൈയുടെ വിരൽ ഇത്രേ ഉള്ളൂ, ഒരു കൊച്ചു മോട്ടറും പിടിപ്പിച്ചു. ആ മോട്ടറിന്റെ പേരാണ് ഹൃദയം. ഗ്ലോറി. മെഡിക്കൽ സയൻസിനെ അറിഞ്ഞുകൂടാ ഇത് പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റി എവിടെ വന്നിയെന്ന്, എവിടെ നിന്ന് ഈ സാധനം വന്നിയെന്ന്. അവർക്ക് ഒന്നറിയാം, ECG എടുക്കുമ്പോൾ എന്തൊരു സംഭവം അവിടെ ഉണ്ട്. ടിക് 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 ടിക്. ഈ സാധനം എവിടെ നിന്നാണ് വന്നിയെന്ന് ഒരു പിടുത്തമില്ല. മിനിറ്റിൽ 72 പ്രാവശ്യം സാധനം പോയിക്കൊണ്ടിരിക്കും. ഗ്ലോറി. അവർക്ക് അതുണ്ടോ ഇല്ലെന്ന് നോക്കാൻ മാത്രമേ അവരുടെ ECG കൊണ്ട് പറ്റുള്ളൂ. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ സംഭവത്തിന്റെ സ്വിച്ച് ഇരിക്കണത് ഭൂമിയിലെങ്ങും അല്ല, ഈ സംഭവത്തിന്റെ സ്വിച്ച് ഇരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ കയ്യിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പോ ഈ ദൈവം എന്തിനാണ് ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്ത് ഈ ഭൂമിയിലേക്ക് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ വ്യക്തിത്വത്തെ ഇറക്കി വിട്ടതെന്ന് ചിന്തിക്കാതെ ഓടുന്ന, പണത്തിന്റെ പുറകെ ഓടുന്ന ഈ ലോകത്തിന്റെ കാലഗതി, ഈ ലോകത്തിന്റെ കോഴ്സാണ് ഇവിടെ നമുക്ക് പിശാചിട്ട് തന്നിരിക്കുന്നത്. പിടുത്തം കിട്ടിയോ? നമ്മൾ അതിൻ്റെ പുറകെ ഓടി 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 ഇതാ അവസാനം ഓടാൻ പറ്റാതെ ഇതാ നമ്മുടെ കണ്ണു മങ്ങി, നടുവ് വേദനയായി, ഇതാ ചെവി പഴയതുപോലെ ഇപ്പൊ കേൾക്കാതെയായി. ഇതാ അതുകൊണ്ടാണ് പറയുന്നത്, മാവൊക്കെ കാണുമ്പോൾ പറയാറില്ലേ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാനിതിൻ്റെ മുകളില് ചാടിക്കയറുന്നു. എന്താ ഇപ്പൊ കയറാൻ പറ്റാത്തെ? ഇപ്പൊ മകളെ നിന്നെ മരണം പിടിച്ചോണ്ടിരിക്കുക, നിന്റെ കണ്ണിനെ മരണം പിടിക്കുക, നിന്റെ കാതിനെ മരണം പിടിക്കുകയാണ്, നിന്റെ അസ്ഥികളെ മരണം പിടിക്കുകയാണ്. തലയിലേക്ക് നോക്കിയാൽ അറിയാം പണ്ട് മൊത്തം കറുത്തിരുന്നതാ, ഇപ്പൊ നോക്കിയപ്പോൾ വെളുത്ത്. ഗ്ലോറി. കാരണം മരണം പിടിക്കുക, വെളുത്ത മുടിയായി. ഗ്ലോറി. എന്നാൽ അതിനെയും മറികടക്കാൻ ലോക സിസ്റ്റം ഒരുക്കിയ വഴികളുണ്ട്. ഗോദ്രേജിന്റെ പെയിന്റ് അടിക്കുക. ഗ്ലോറി. പക്ഷെ എത്ര പെയിന്റ് അടിച്ചിട്ട് എന്താ കാര്യമുള്ളേ? ഗ്ലോറി. എത്ര പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ല, എത്ര തൊലി ചുളുങ്ങാതിരിക്കുന്ന ആ സ്ക്രീം തേച്ചിട്ടും ഒരു കാര്യവുമില്ല. ഗ്ലോറി. ആ ബോഡി ചുരുങ്ങിക്കൊണ്ടേയിരിക്കും, ബോഡി പോയിക്കൊണ്ടേയിരിക്കും. ഗ്ലോറി ടു ഗോഡ്. കാരണം ഈ ലോക സംവിധാനത്തിന് മാക്സിമം അവർ പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തരാന്നാ പറയുന്നത്. എന്നിട്ട് അതിന് ലൈഫ് ഇൻഷുറൻസ് എന്നും പേരിട്ടു. ഗ്ലോറി. അല്ല, യഥാർത്ഥത്തിൽ ലൈഫ് ഇൻഷുറൻസ് ഈ ലോകം തരുന്നതല്ല. ഈ കോഴ്സിൽ ലൈഫ് ഇൻഷുറൻസേ ഇല്ല. ഗ്ലോറി. ഈ ലോകത്തിൽ തരുന്നവർ ചത്താ വല്ലതും തരാന്നാ അവര് പറയണേ. ഗ്ലോറി. ചത്താൽ ഈ മനുഷ്യൻ എന്നാ കിട്ടാനാ? ഈ മനുഷ്യനൊന്നും കിട്ടത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഇപ്പൊ ശ്രദ്ധിച്ചേ, എന്നാൽ യഥാർത്ഥ ലൈഫ് ഇൻഷുറൻസ് മറ്റൊരു കോഴ്സോടെ ഓടുന്നുണ്ട്, ദൈവത്തിന്റെ കോഴ്സോടെ ഓടുന്നുണ്ട്. ഗ്ലോറി. ഇതാ ഈ ബോഡി പോയിക്കൊണ്ടേയിരിക്കുകയാ, ഇത് മരണം പിടിച്ചോണ്ടേയിരിക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും നമുക്കൊരു ആവശ്യം എന്താ? നമ്മൾ കണ്ടിട്ടില്ലേ, ഇതാ ഒരു വിധം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഇതാ പല മനുഷ്യരും അവർ സമ്പന്നര ഈ ലോകപ്രകാരം അവർ ഒരു വണ്ടി 2 വർഷം ഉപയോഗിക്കത്തുള്ളൂ. ഗ്ലോറി. 2 വർഷം കഴിയുമ്പോൾ അവർ വണ്ടി മാറ്റും.
ഗ്ലോറി, ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളിൽ പലരും ഇന്ന് ഫോൺ മാറ്റുന്നത് പോലെയാണ് അന്ന് അവർ വണ്ടി മാറ്റുന്നത്. കാരണം അവർക്ക് വണ്ടി മാറ്റാൻ പൈസയുണ്ട്, നിങ്ങൾക്ക് ഫോൺ മാറ്റാനേ പൈസയുള്ളൂ. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ ഒരു വർഷം BMW 740 ആണെങ്കിൽ അടുത്ത വർഷം BMW 760 കയറും. ഗ്ലോറി, അതിൻ്റെ വർഷം അതിൻ്റെ അടുത്ത മോഡലിലേക്ക് അവർ കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോഡൽ മാറ്റിക്കൊണ്ടേയിരിക്കും. ഗ്ലോറി, കാരണം അവർക്കത് മാറ്റിയെടുക്കാൻ പൈസയുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യം എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല, അവർ ഇതുവരെയും അവരുടെ ബോഡി മാറ്റിയിട്ടില്ല. ശ്രദ്ധിച്ചേ, ബോഡി മാറ്റിയിട്ടില്ല. അവരുടെ ചുരിദാർ മാറ്റുന്നുണ്ട്, ഷർട്ട് മാറ്റുന്നുണ്ട്, സാരി മാറ്റുന്നുണ്ട്, കാറ് മാറ്റുന്നുണ്ട്, വീട് മാറുന്നുണ്ട്, എല്ലാം മാറുന്നുണ്ട്. പക്ഷെ ഇതുവരെയും ബോഡി മാറ്റിയിട്ടില്ല. അങ്ങനെ ബോഡി, ഈ ലോകത്തിന്റെ കോഴ്സിൽ ബോഡി ഉണ്ടായിരുന്നെങ്കിൽ അവർ മാറ്റിയാനെ, അവർ മാറ്റിയെടുത്തേനെ. അവർക്ക് മാറ്റിയില്ല. കാരണം ഇവിടെ ബോഡി ഷോറൂം ഇല്ല. ഈ ലോകത്തിന്റെ കോഴ്സിൽ ബോഡി ഷോറൂം ഇല്ല. ഗ്ലോറി, അങ്ങനെ ബോഡി ഷോറൂം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കൊച്ചമ്മമാരൊക്കെ എന്ത് ചെയ്തേനെ? എവിടെ പോവാ? ഞാൻ ബോഡി ഒന്ന് മാറ്റിയെടുക്കാൻ പോവാ, പുതിയ മോഡൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ഗ്ലോറി, ചുണ്ട് ചുമന്നത്, കണ്ണ് തിളങ്ങുന്നത്, ഇവിടെ ഒരു കുഴിയുള്ളത് ഒക്കെ നോക്കി നല്ലൊരെണ്ണം നോക്കി അങ്ങ് എടുക്കും. ഗ്ലോറി, ഹല്ലേലൂയ. ഏതായാലും ആ ഷോറൂം ഇവിടെ ഇല്ല. ഗ്ലോറി, ഈ കോഴ്സിൽ ആ ഷോറൂം ഇല്ല. പക്ഷെ വേറൊരു കോഴ്സ് ഇവിടെ ഓടുന്നുണ്ട്, മറഞ്ഞു കിടക്കുകയാണത്, മറഞ്ഞു കിടക്കുകയാ. ഈ ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ദൈവരാജ്യത്തിന്റെ ഒരു കോഴ്സ് ഇവിടെ ഓടുന്നുണ്ട്. പക്ഷെ ഇത് മനുഷ്യർക്ക് അത് അറിഞ്ഞുകൂടാ. അതിലേക്ക് കയറിയാൽ അവിടെ നിനക്കായി എനിക്കായി ഒരുക്കിയിരിക്കുന്ന മരണമില്ലാത്ത ബോഡികളുണ്ട്, മരണമില്ലാത്ത ബോഡികളുണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവപുത്രന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആ ബോഡികൾ. ഗ്ലോറി, അത് ഈ ലോകത്തിന്റെ കോഴ്സിൽ, ഈ ലോകത്തിന്റെ കോഴ്സിൽ ഇതാ പണം മാത്രമേ ഉള്ളൂ. ഗ്ലോറി, ആ പണം പിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയ മകനെ, പ്രിയ മകളെ, എന്നെയും നിങ്ങളെയും മരണം പിടിക്കും, മരണം പിടിക്കും. ഈ മരണത്തെക്കുറിച്ച് ഒരുത്തനും ഒരു ബോധം പോലും ഇല്ല. ഗ്ലോറി, പകരം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലുമില്ല. എന്നാൽ ഈ ലോകത്തിലേക്ക് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ജ്ഞാനിയായ വ്യക്തി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ഏറ്റവും ജ്ഞാനിയായ വ്യക്തി എന്ന് പറയുന്നത് സോളമനല്ല. ഞാൻ കണ്ടത് എൻ്റെ കർത്താവായ യേശുവാണ്. ഗ്ലോറി, എൻ്റെ കർത്താവ് യേശു ഇവിടെ വന്നപ്പോൾ എൻ്റെ കർത്താവ്, നിങ്ങൾക്ക് അറിയാമോ, ജ്ഞാനികളുടെ എപ്പോഴും ശ്രദ്ധിച്ചോളണം, ജ്ഞാനികളുടെ എപ്പോഴും ശ്രദ്ധിക്കുക. ജ്ഞാനികളെ അവരുടെ വായ ശ്രദ്ധിക്കുക. അവരുടെ സംസാരിക്കണം എന്തായിരിക്കും അറിയാമല്ലോ? അവരുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് അവരെ സംസാരിക്കും. ഗ്ലോറി, അവരുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുക, അവരുടെ പ്രാർത്ഥനയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഹൃദയം മനസ്സിലാകും. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഹൃദയം മനസ്സിലാക്കും. കഴിഞ്ഞ ഒരു മീറ്റിംഗ് ഒരു YMCAയിൽ നടന്നു, എറണാകുളത്ത് വെച്ച് YMCAയിൽ ഒരു മീറ്റിംഗ് നടന്നു. ഇത് അവിടെ എന്നെ അന്വേഷിച്ച് ഒരു ദൈവദാസൻ കടന്നു പോകുന്നു. ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരു അച്ഛനായിരുന്നു. അപ്പോൾ അതിൻ്റെ 2ാം ദിവസമാണ് അച്ഛന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കൊടുത്തു. അവസരം കൊടുത്തപ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന, ഈ മീറ്റിങ്ങും അച്ഛൻ്റെ പ്രാർത്ഥനയായിട്ട് യാതൊരു ബന്ധമില്ല. ഗ്ലോറി, കാരണം അച്ഛൻ അറിഞ്ഞിരിക്കുന്ന അത്രയേ ഉള്ളൂ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന മുഴുവൻ ഈ ജഡമായിട്ട് ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. ഗ്ലോറി, എന്നാൽ മീറ്റിംഗ് ആ ജഡമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, അതായത് മരണത്തിന്റെ കീഴിൽ കിടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, അതിൻ്റെ നന്മകളെക്കുറിച്ച് മാത്രം, ഈ ലോകത്തിന്റെ കോഴ്സിനെ കുറിച്ച് മാത്രമാണ് അദ്ദേഹം പ്രാർത്ഥിച്ച്. ഞാൻ ദേവദാസന്മാരെ എല്ലാം ബഹുമാനിക്കുന്നു, എല്ലാവരും സ്നേഹിക്കുന്നു. ഗ്ലോറി, എന്നാൽ അതാ ആ മൈക്ക് കൈ കിട്ടിയപ്പോൾ ആദ്യമേ എനിക്ക് തിരുത്തേണ്ടി വന്നത് ആ അച്ഛനെയാണ്. അച്ഛനെ തിരുത്തേണ്ടി വന്നതിന് കാരണം അവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരെല്ലാം ആ ഒരു തിരുത്തൽ അനുഭവിക്കപ്പെടാനിടയാവും. ഗ്ലോറി, കാരണം ഒരു അരിഷ്ടനായ ഒരു ക്രിസ്ത്യാനിയത്തിന്റെ തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഇതാ ഈ ആയുസിൽ മാത്രം നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരാണ്. ഗ്ലോറി, അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തെറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യണോ? ഇതാ ആ സഭയുടെ മുമ്പിൽ വെച്ച്, ദേവദാസന്മാരുടെ കൂട്ടമാണ്, ആ സഭയുടെ മുമ്പിൽ വെച്ച് ഇതെന്ത് ചെയ്യണം? അവരെ ശാസിക്കണം. അപ്പൊ എന്തിനാ? ആ വ്യക്തി മാത്രമല്ല, ഇത് കേട്ടിരിക്കുന്ന മറ്റു വ്യക്തികൾക്കും ആ തിരിവ്, ദൈവം ആഗ്രഹിക്കുന്ന തിരിവിലേക്ക് കടന്നു വരാൻ ഇടയാകും. പ്രിയരെ, നമ്മൾ ആരും പൂർണ്ണരല്ല, എന്നാൽ പൂർണ്ണനായ ഒരു കർത്താവ് നമുക്കുണ്ട്. ആ പൂർണ്ണനായ കർത്താവിലേക്കുള്ള യാത്രയാണ് ഞാനും നിങ്ങളും ചെയ്യുന്നത്. ഗ്ലോറി, അപ്പോൾ ഒരു വ്യക്തിയുടെ കുറ്റം, ഒരു വ്യക്തിയുടെ കുറവ്, ആ വ്യക്തിയും മറ്റുള്ളവരും ഉള്ളപ്പോൾ ആ വ്യക്തിയെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാം. ഗ്ലോറി, പക്ഷെ ആ വ്യക്തിയുടെ കുറവ് നാം ആ വ്യക്തി അറിയാതെ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് സംഭവം വേറെയായി, അത് ജഡത്തിന്റെ പ്രവൃത്തിയായി. ഗ്ലോറി, അപ്പോൾ പ്രിയ സഹോദരങ്ങളെ മനസ്സിലാക്കിയാട്ടെ, ഇവിടെ നമ്മൾ ഈ ഭൂമിയിൽ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ കോഴ്സിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വെറും വിഡ്ഢികളാകുകയാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളായിട്ടാണ്. അതാണ് നമ്മുടെ തെറ്റ്. നമ്മുടെ ചുറ്റുമുള്ള വിശ്വാസികളായിട്ട് നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മൾ കർത്താവ് യേശുവുമായി നമ്മളെ കമ്പയർ ചെയ്യണം. ഇതാ ദൈവത്തിന്റെ വചനം പറഞ്ഞ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ, ഗ്ലോറി,
ഇത് നമ്മൾ അവരെ നോക്കാനല്ല പറയുന്നത്. അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, പക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കണം. ഗ്ലോറി. നമ്മൾ സാക്ഷികളെ പിന്തുടർന്നാൽ നമ്മൾ വീണു. കാരണം ഈ സാക്ഷികളൊക്കെ യേശുവിനെ പിന്തുടരേണ്ടവരാ. ഗ്ലോറി. യേശുവിനെ പിന്തുടർന്ന് യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ എത്തിച്ചേരേണ്ടതാ. എന്നാൽ അതിലേക്ക് ഇവർ കടന്നു വരാതെ ഇവർ ഇതാ ചുറ്റും ഈ ലോക സംവിധാനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലരും. അവരെ നാം പിന്തുടരരുത്, യേശുവിനെ നാം പിന്തുടരുവാനായിട്ട് ഇടയാകണം. അപ്പൊ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നാം ഓടി ഈ യാത്രയിൽ ഇതാ നമ്മൾ ഇവിടെ ക്ഷയിച്ച് താഴെ വീഴും. അപ്പോൾ നമ്മളിവിടെ ക്ഷയിച്ച് താഴെ വീഴുമ്പോൾ, നമ്മുടെ സമയം തീരുമ്പോൾ നമ്മൾ എന്ത് നേടി എന്ന് നാം അറിയണം. ഗ്ലോറി. നമ്മൾ എന്ത് നേടി? ഈ ലോകത്തിലെ ഈ യാത്രയിൽ മുന്നോട്ടേക്ക് പോയിട്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ കോഴ്സിലുള്ള ഭക്തിയും പിടിച്ച് നാം മുന്നോട്ടേക്ക് പോയി നാം അവസാനിക്കുവാൻ, നാം നരകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക് പോകുവാൻ ഇടയാകരുത്. പകരം ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം യാത്ര ചെയ്ത് ക്രിസ്തുവിൻ്റെ ദർശനം പ്രാപിച്ച് ഇതാ നാം ദൈവരാജ്യം അവകാശമാക്കണം. അതിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷ ഇതാ ഈ പ്രിയ സഹോദരങ്ങളിലൂടെ സ്വർഗത്തിൽ ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇപ്പോഴേ ജീവിക്കണം, മരണത്തിനപ്പുറം ജീവിക്കണം. മരണത്തിനപ്പുറം ജീവിക്കാൻ കഴിയണം. ഇതാ ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. ഇതാ അച്ഛൻ കുർബാന ചൊല്ലുമ്പോൾ അച്ഛൻ്റെ വലതുഭാഗത്ത് അൽത്താര ബാലന്മാരിൽ ഒരാളായിട്ട് ഇതാ വളർന്നു വന്നൊരു പൈതലാണ്. എന്നാൽ സകല തിന്മയുടെ മാർഗങ്ങളിലേക്ക് കടന്നു വന്നിട്ട് 8ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കാൻ എൻ്റെ മാതാപിതാക്കന്മാർ എന്നെക്കുറിച്ച് തീരുമാനമെടുത്തതാണ്. എന്നാൽ ഒരു ഹിന്ദുവായ സുരേഷ് എന്ന് പറയുന്ന സഹോദരൻ്റെ വീട്ടിൽ ട്യൂഷന് പോയപ്പോൾ ആ ഹിന്ദുവായ സഹോദരൻ ക്രിസ്ത്യാനിയായി എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ അനുസരിക്കാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചതിലൂടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം ആരംഭിച്ചത്. തുടർന്ന് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും കർത്താവ് പ്രസംഗിച്ച സുവിശേഷം എന്തെന്ന് മനസ്സിലാക്കുകയും ആ സുവിശേഷം എൻ്റെ ജീവിതത്തെ മാറ്റിക്കളയുവാനായിട്ടിടയായി. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം എന്ന് പറയുന്നത് എൻ്റെ മരണദിവസമാണ്. ഗ്ലോറി. കാരണം നമ്മൾ ഇന്ന് പലരും ദുഃഖിക്കുന്ന, പേടിക്കുന്ന, ഭയപ്പെടുന്ന ദിവസമാണ് എൻ്റെ ചിന്തയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം. കാരണം എൻ്റെ ചിന്തകൾ മാറിപ്പോയി. നിങ്ങൾ ചിന്തിക്കും, ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുമോ? ഇത് ഒരു പൊട്ടൻ്റെ ചിന്തയല്ലേ? അല്ല, ചില പൊട്ടന്മാർ ഇങ്ങനെയാ. പൗലോസിനെ പോലെയും ഇതാ യേശുവിനെ പോലെയും ഇതാ അങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ പൗലോസ് പറയുകയാണ്, ശരീരം വിട്ട് കർത്താവോട് കൂടെയായിരിക്കുന്ന അത്യുത്തമം. ഗ്ലോറി. കാരണം എന്താ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും, അതുകൊണ്ട് മരിക്കുന്നത് ലാഭവുമാണ്. അപ്പോൾ മരണം ലാഭമായി തീരണം. മരണത്തെ ഓർത്ത് പേടിക്കരുത്, മരണം ലാഭമായി തീരണം. അപ്പൊ എങ്ങനെ മരണം ലാഭമായി തീരും? ഞാൻ ഇവിടെ ഈ പണത്തിന്റെ പുറകെ ഓടി പണം കിട്ടിയാൽ ലാഭം എന്ന് പറഞ്ഞ് മരണം എനിക്ക് നഷ്ടമായി തീരുകയാണ്. എന്നാൽ ആ സമൂഹത്തിന്റെ നടുവിൽ ഒരുത്തം പറയുന്നു മരണം എനിക്ക് ലാഭമാണെന്ന്. അങ്ങനെയെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചിന്തകൾക്ക് ചില മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഗ്ലോറി. എന്തുകൊണ്ടാണ് നമ്മൾ മരണം നഷ്ടമെന്ന് പറയുന്നത്? കാരണം നമ്മുടെ പ്രത്യാശ മുഴുവൻ ഈ ലോകത്തിലാണ്. ഈ ലോകത്തിലാണ്. നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലാണ്. അവരെക്കുറിച്ച് ദൈവത്തിന്റെ വചനം 1 കൊരിന്ത്യർ 15:19 പറയുന്നു, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ. 15:19 എടുത്തു വായിച്ചോട്ടെ. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ശ്രദ്ധിച്ചേ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എത്ര പേര് ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്? ബൈബിൾ വിശ്വസിക്കുന്നതിന് കൈകൾ ഉയർത്തിയാട്ടെ. സ്തോത്രം. നല്ലൊരു പങ്ക് ബൈബിൾ വിശ്വസിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് വരുമ്പോൾ മാറരുത് കേട്ടോ. നിങ്ങൾക്ക് എന്നെ തിരുത്താനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്നെ തിരുത്താൻ ഉള്ള റൈറ്റ് ഉണ്ട്. കഴിഞ്ഞ ആലപ്പുഴ ഒരു കൺവെൻഷനിൽ നിങ്ങൾ ഉണ്ടായിരുന്നവർക്കറിയാം. അന്നേ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന ദേവദാസന്മാരോട്, ഇതാ ഞാൻ നിങ്ങളുടെ കയ്യിലൊരു വടി തരികയാണ്. എന്തിനാ? എന്നെ അടിക്കാൻ. ഗ്ലോറി. എന്നെ അടിക്കാൻ വടി തരിക. ഏതെങ്കിലും വാക്കുകൾ തിരുവചനത്തിൽ ഇല്ലാത്തത് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തിരുവചനത്തിലെ വടി കൊണ്ട് എന്നെ അടിക്കണം. എന്നിട്ട് നിങ്ങൾ എന്നെ തല്ലി നേരെയാക്കണം. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ തല്ലി നേരെയാക്കണം. ഹല്ലേലൂയ. തല്ലാൻ കിട്ടിയൊരവസരം. ഹല്ലേലൂയ. അപ്പൊ തെറ്റ്. കാരണം എനിക്ക് വേറെ ആരോടും ചേരണ്ട, ദൈവത്തിന്റെ വചനത്തോട് ചേർന്നാൽ മതി. ആ വചനമാ ക്രിസ്തു. ക്രിസ്തുവായ എൻ്റെ തല. മനസ്സിലായോ? അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വചനത്തോട് നിങ്ങൾ ചേരണം. ശ്രദ്ധിച്ചേ, അവിടെ പറഞ്ഞൊരു കാര്യം, ഇടത് കൈ വലത് കൈയോട് ചേരണ്ട, വലത് കൈ ഇടത് കൈയോടും ചേരണ്ട, ഇടത് കാൽ വലത് കാലോടും ചേരണ്ട, വലത് കാൽ ഇടത് കാലോടും ചേരണ്ട. എല്ലാവരും ഒരുമിച്ച് തലയോട് ചേർന്നാൽ മതി. പിടുത്തം കിട്ടിയോ? തലയാകുന്ന ക്രിസ്തുവോട് ചേർന്നാൽ മതി. അപ്പൊ ദർശനം ഒന്നായി, പ്രവർത്തനം ഒന്നായി, ഐക്യതയായി. പിടുത്തം കിട്ടിയോ?
ഗ്ലോറി. അല്ല എങ്കിൽ എന്തു പറ്റും? ഇന്ന് ലോകത്തിൽ കാണുന്നത് പോലെ 40,000-ത്തിലധികം ഡിനോമിനേഷനും പല പല മതങ്ങളും ഗ്രൂപ്പുകളും സംഘടനകളും ഒക്കെ ആയിട്ട് പോകുവാനായിട്ട് ഇടയാകും. ഗ്ലോറി. പ്രിയ സഹോദരങ്ങളെ, ഇതാ ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഇന്നത്തേതായ ചിലതിനെ പൊളിച്ച് താഴെയിട്ടിട്ടാണ് ഇതാ കർത്താവ് ആ ക്രിസ്തുവിന്റെ ദർശനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നയിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പറയാണ് ഈ ആയുസ്സിൽ മാത്രം, വായിച്ചേ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ശ്രദ്ധിച്ചേ. അപ്പൊ ഇവർക്ക് ആരിൽ പ്രത്യാശ ഉണ്ട്? ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ എനിക്ക് ആരിൽ പ്രത്യാശയുണ്ട്? ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. പക്ഷേ അവസാനം എന്തായിത്തീരും? അരിഷ്ടനായിത്തീരും. അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രത്യാശയുണ്ട്. ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്, പക്ഷെ അവസാനം തീപ്പൊയ്കയിലേക്കും പോവുകയും ചെയ്യും. പിടുത്തം കിട്ടിയോ? സകല മനുഷ്യരിലും അരിഷ്ടത. കാരണം അവർ കോഴ്സ് മാറാതെയാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഈ ലോകത്തിന്റെ കോഴ്സിൽ ഒന്ന് നന്നായി ഓടാൻ അവർ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുക. ഹലോ, ഇത് നിങ്ങൾക്കിത് മനസ്സിലാക്കണമെങ്കിൽ ധൂർത്തപുത്രന്റെ കഥയിലേക്ക് വന്നാൽ മതി. ധൂർത്തപുത്രൻ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തില്, ഇതെല്ലാം ഇൻട്രൊഡക്ഷനാണ്, നിങ്ങൾ കേൾക്കണം കേട്ടോ, ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇതാ സ്വർഗീയ കുടുംബത്തിൽ നടന്ന സംഭവത്തെ മനസ്സിലാക്കാൻ തൊക്കണം ഒരു കഥ പറഞ്ഞു തരുന്നുണ്ട്, ധൂർത്തപുത്രന്റെ കഥ. ആ ധൂർത്തപുത്രന്റെ കഥയില് വായിച്ചോളൂ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്കു തരയണമെന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ നാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവൻ അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ പന്നി തിന്നുന്ന വാളവര കൊണ്ട് അവൻ വയറ് നിറയ്ക്കാൻ ആഗ്രഹിച്ചു. അപ്പൊ അവന്റെ ആഗ്രഹം എന്തായി? ഇപ്പൊ അവന്റെ ആഗ്രഹം വാളവരയാ. നിങ്ങളുടെ ആഗ്രഹം എന്താ? നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളില്ലേ? ഇപ്പൊ അവന് ആഗ്രഹം, അതായത് അപ്പന്റെ വീട്ടിൽ, നിങ്ങൾ ഈ ചിത്രം കാണുന്നത് ഇതാ എൻ്റെ കർത്താവ് കൃപയാൽ എന്നിലൂടെ റിലീസ് ചെയ്ത 3-ാമത്തെ പുസ്തകത്തിലെ ചിത്രമാണിത്. ധൂർത്തപുത്രന്റെ യാത്രയാണ്, ജേണി. ഇതാ ഇവിടെ ഒരു വീട് നിങ്ങൾക്ക് കാണാം. തുടർന്ന് ആ വീട്ടിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി പോവുകയാണ്, ലോകത്തിലേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ധൂർത്തപുത്രന്റെ കഥയുമായി ബന്ധപ്പെട്ട സംഭവമാണ്. അവൻ്റെ യാത്രയാണ്. പിതാവിൻ്റെ ഭവനം, അതായത് ദൈവരാജ്യം, അവിടെ നിന്ന് അവൻ യാത്രയാവുകയാണ്. ആ യാത്രയാകുന്ന സമയത്ത് അവൻ ലോകത്തിലേക്ക് യാത്രയായി. ആ ലോകത്തിൽ വെച്ചിട്ട് അവൻ്റെ സ്വത്ത് മുഴുവൻ തീർന്നു. ഗ്ലോറി. തുടർന്ന് ആ ദേശത്തൊരു കഠിന ക്ഷാമം വന്നു. തുടർന്ന് അവൻ വയറ് വിശന്നു. തുടർന്ന് അവനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു. അവൻ്റെ ജോലി കിട്ടി, പക്ഷെ പന്നികളെ തിറ്റുന്ന ജോലിയായിരുന്നു. ജോലി കിട്ടിയതിൽ ശമ്പളം കിട്ടിയില്ല. അവന് വീണ്ടും വയറ് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ തന്നെ അവൻ ചിന്തിച്ചു, ശമ്പളം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പന്നിക്ക് കൊടുക്കുന്ന തീറ്റ ഇടുന്നെങ്കിലും ഒന്ന് തിന്നാം. ഉടനെ അവൻ അതിൽ കയറി പിടിച്ചു. അതിൽ കയറി പിടിച്ചപ്പോൾ ആരോ അവൻ്റെ കൈ കയറി പിടിച്ചു, അതും കൊടുത്തില്ല. മൊത്തം പ്രശ്നം ഇല്ലേ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ? നമുക്ക് എന്തൊക്കെ വിഷയങ്ങളാ? പൈസ ഇല്ല, കടഭാരം, അതോടൊപ്പം തന്നെ കോമ്പറ്റീഷൻ, വയറ് വിശക്കുന്നു. കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരൻ പറഞ്ഞാൽ എൻ്റെ കടയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് മറ്റവൻ ഒരു ബോർഡ് വെച്ചു. റൗഡിത്തരാണ് അവർ കാണിക്കുന്നത്. കോമ്പറ്റീഷൻ, ഇവൻ ആഗ്രഹിച്ചു, അവനത് കൊടുക്കുന്നില്ല. അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ഈ വ്യക്തിത്വം എന്ന് വെച്ചാൽ ആരെ കാണിക്കണമെന്ന് അറിയാമോ? ആദത്തിൻ്റെ ഉള്ളിലുള്ള നമ്മളെയുമായി കാണിക്കണേ. ആദത്തിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ഓരോരുത്തരെയുമായി കാണിക്കുന്നത്. നമ്മൾ ഇന്ന് പിതാവിൽ നിന്ന് അകന്ന്, ദൈവരാജ്യത്തിൽ നിന്ന് അകന്ന് നമ്മൾ ഇന്ന് ലോകത്തിലായി കിടക്കുക. ലോകത്തിനെ ചേസ് ചെയ്യുക. നമ്മൾ ലോകം നേടാൻ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ അതിനെ ചേസ് ചെയ്യുക. ഇതാണ് ഈ ലോകത്തിൻ്റെ കാലഗതി. ശ്രദ്ധിച്ചാട്ടെ, ഇതാണ് കർത്താവ് യേശു പറയുന്നത്. അങ്ങനെ നീ ലോകത്തെ ചേസ് ചെയ്ത് നീ ഈ ലോകം മുഴുവൻ നേടിയാലും, ഗ്ലോറി, നീ ആലപ്പുഴ 10 സെന്റ് സ്ഥലം മാത്രമല്ല, ആലപ്പുഴയിലെ 10 ഏക്കർ സ്ഥലം മാത്രമല്ല, ആലപ്പുഴ മുഴുവൻ നേടിയാലും,
ഗ്ലോറി. ഈ എറണാകുളം മുഴുവൻ വാങ്ങിച്ചാൽ, നിങ്ങൾ ഈ കണ്ണൂരും കോഴിക്കോടും ഇതാ കേരളം മുഴുവൻ നീ നേടിയാൽ, തമിഴ്നാടും നീ നേടിയാൽ, ഇന്ത്യ മുഴുവൻ നേടിയാൽ, ഏഷ്യ മുഴുവൻ നേടിയാൽ, ഇതാ അന്റാർട്ടിക്കയും ആഫ്രിക്കയും അമേരിക്കയും എല്ലാ ഈ 7 ഭൂഖണ്ഡങ്ങളും നീ നേടിയാൽ, അങ്ങനെ സകല ലോകവും ഈ ലോകത്തിന്റെ കോഴ്സ് പ്രകാരം നീ നേടിയാൽ, നിന്റെ ജീവനെ നീ നേടിയില്ല എങ്കിൽ നിനക്ക് എന്ത് പ്രയോജനം? പിടുത്തം കിട്ടിയോ? ഗ്ലോറി ടു ഗോഡ്. അപ്പോ ഈ ഒരു തലത്തിൽ യേശു പറയുക, അപ്പൊ ഇവൻ പിതാവിനെ വിട്ട് ഇവൻ എന്ത് നേടാനാ ഓടുന്നേ? ലോകം നേടാനാ ഓടുന്നേ. ലോകം നേടണമെങ്കിൽ എന്ത് വേണം? പണം വേണം. ഹലോ, ശ്രദ്ധിച്ച് കേട്ടെ, ലോകം നേടണമെങ്കിൽ പണം വേണം. അപ്പോൾ ഈ ലോക സിസ്റ്റത്തിൽ ലോകം നേടാൻ വേണ്ടി ഇവൻ പണത്തിന്റെ പുറകെ ഓടുകയാ. അങ്ങനെ ഈ ലോകം മുഴുവൻ അവൻ ജയിച്ചു എന്ന് കർത്താവ് പറയണേ. കർത്താവ് അങ്ങനെ നീ ജയിച്ചു, നീ ലോകം മുഴുവൻ നേടി, ഓക്കെ. പക്ഷേ നീ എന്തിന്റെ കീഴിൽ കിടക്കുന്നറിയാമോ? നീ മരണത്തിന്റെ കീഴിൽ കിടക്കുവാണ്. നീ നേടിയതിനെ മുഴുവൻ മരണം അടിച്ചുകൊണ്ട് പോകും ഒറ്റ ദിവസം കൊണ്ട്. അങ്ങനെ ഹീറോ ആകാൻ ആഗ്രഹിച്ച നീ ഒരു സീറോ ആയി അവസാനിക്കും. പിടുത്തം കിട്ടിയോ? ഹീറോ ആകാൻ ആഗ്രഹിച്ച നീ ഒരു സീറോ ആയി നീ അവസാനിക്കും. പക്ഷെ ഈ മണ്ടൻ സിസ്റ്റത്തെ കുറിച്ച് നിനക്ക് പറഞ്ഞു തരാൻ ആള് വേണ്ടേ? മനസ്സിലായോ? യേശു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ നീ ലോകം മുഴുവൻ നേടിയാല് നിനക്ക് എന്നാ പ്രയോജനം? നിന്റെ ജീവനെ നിനക്ക് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ യാത്ര പോകുന്നുണ്ടല്ലോ, ഈ യാത്രയിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊന്നുമല്ല, മരണമാണ്. ഗ്ലോറി. ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏതൊരു വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മരണമാണ്. നീ എന്ത് നേടിയാലും പ്രിയ കുഞ്ഞെ, അത് മരണം അടിച്ചുകൊണ്ട് പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതാ ജ്ഞാനികളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചോളണം. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടത് ഏറ്റവും ജ്ഞാനി ദൈവം മനുഷ്യനായി വന്ന കർത്താവ് യേശുവാണ്. യേശുവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ പ്രാർത്ഥന ഇത് ഹെബ്രായർ 5:7 പറയുന്നത്, താന് ഇതാ മരണത്തിന്റെ കീഴിലേക്ക് കടന്നു വന്നു. താൻ ഈ മരണത്തിന്റെ കീഴിലേക്ക്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി. ശ്രദ്ധിച്ചേ, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. അപ്പോ ജഡരക്തങ്ങളോട് കൂടിയുള്ളവനായി ആത്മാവാകുന്ന ദൈവം കടന്നു വന്നപ്പോൾ അവിടെ എന്താണ് യേശു പ്രാർത്ഥിച്ചതെന്ന് വ്യക്തമാക്കണം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലൂടെ കടന്നു നമുക്ക് മനസ്സിലാകും. യേശു അവിടെ പ്രാർത്ഥിച്ചത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള പിതാവിനോടാ. മനസ്സിലായോ? അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? മരണം. വായിച്ച ഹെബ്രായർ 5:7. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മരണം. യേശു ദൈവം മനുഷ്യനായ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ആ ജഡത്തിൽ കടന്നു വന്നപ്പോൾ തൻ്റെ ഏറ്റവും വലിയ വിഷയമായി കർത്താവ് കണ്ടത് മരണം. ഗ്ലോറി. അതുകൊണ്ടാണ് കർത്താവ് അത് പ്രാർത്ഥിച്ചത്, തന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളവനോട് ആ ഉറച്ച നിലവിളിയോട് ആ കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചു. ഗ്ലോറി. ഹല്ലേലൂയ. നമുക്ക് ഇതുവരെയും അത് വല്ലതും തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ചിന്തയിൽ തോന്നിയിട്ട് നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഏതെങ്കിലും അതിന്റെ സബ്ജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നോ? പക്ഷെ യേശു തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിന്റെ പ്രാർത്ഥന തന്നെ മരണത്തിന് വിടുവിക്കാൻ കഴിവുള്ളവനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഗ്ലോറി. എന്നിട്ട് ഇവിടെ പറയാണ്, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഗ്ലോറി. താൻ മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എന്തുകൊണ്ട് ഇത് തോന്നാത്തേ? ഈ മരണത്തിനുള്ള വിടുതൽ പ്രാപിക്കണം നമുക്ക് എന്തുകൊണ്ട് തോന്നാത്തേ? എന്തുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ചിന്തിക്കാത്തേ? കാരണം ധൂർത്തപുത്രൻ അവിടെ വെച്ച് പറയാണ്, അവന് സുബോധം വന്നെന്ന്. നമുക്ക് നല്ലൊരു പങ്കന് ഇതുവരെ സുബോധം വന്നിട്ടില്ല. നമ്മൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഏത് അവസാനം അരിഷ്ടനായി മാറാൻ പോകും. ഗ്ലോറി. അവിടെ പറയാണ്, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ, അപ്പം നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഞാൻ ഈ ആയുസ്സിൽ മാത്രമാണ് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നത്. ഗ്ലോറി.
എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. അതായത് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നരകത്തിലേക്ക് പോകാമെന്ന്, സുവിശേഷം അറിയിച്ച് നരകത്തിലേക്ക് പോകാമെന്ന്, കൃപാവരങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നരകത്തിലേക്ക് പോകാമെന്ന്. കൃത്യത്തിൽ പ്രത്യാശ ഉണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ചു നിങ്ങൾ ചോദിക്കും അതെങ്ങനെയാ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 ഒരു കൂട്ടം ജനം ദൈവദാസനും അഭിഷിക്തന്മാരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരുവാ. ഇവർ നേരെ കർത്താവ് അവരെ തള്ളിവിടുകയാ. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്. വായിച്ചേ 7:21. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവന് അല്ല. അപ്പൊ ഇവരെ യേശുവിനെ എന്തായിട്ട് സ്വീകരിച്ചവരാ? കർത്താവായി സ്വീകരിച്ചവരാ. റോമലേഖനം 10:9-10 പ്രകാരം ഇവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ. ഗ്ലോറി. കർത്താവ് അവരെ സ്വർഗ്ഗരാജ്യത്തിൽ കയറ്റുന്നില്ല. അപ്പൊ അവർക്ക് ആരിലും പ്രത്യാശയുണ്ട്, ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. പക്ഷെ അവസാനം അരിഷ്ടന്മാരായി മാറി, അവസാനം അരിഷ്ടന്മാരായി മാറി. പ്രിയ സഹോദരങ്ങളെ, ഇത് വെറും പ്രസംഗമായിട്ട് ഇൻഫർമേഷനായിട്ട് അവസാനിക്കാതെ ഇത് വെച്ച് തൻ്റെ ജീവിതം ഒന്ന് ശോധന ചെയ്യണം. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോവുകയല്ല വേണ്ടത്, നമ്മുടെ ചെവി കൂടി കയറി പോവുകയല്ല വേണ്ടത്. പകരം ഈ വചനത്തിലൂടെ നമ്മളൊന്ന് കയറിപ്പോണം. പ്രശ്നം കിട്ടിയോ? ഈ വചനത്തിലൂടെ നമ്മളൊന്ന് കയറി പോയാൽ അപ്പുറം പോവോ? ശ്രദ്ധിച്ചേ, ഫിൽറ്റർ കണ്ടിട്ടില്ലേ? ഈ ചായ ഇരിക്കണ അത് ചായ ഉണ്ടാക്കിയതിന് ശേഷം ആ സഹോദരിമാർ അല്ലെങ്കിൽ സഹോദരന്മാർ എന്ത് ചെയ്യും? ആ ഫിൽറ്ററിലൂടെ, ആ സ്ട്രെയിനറിലൂടെ കടത്തിവിടും. അപ്പോൾ അവർക്ക് മനസ്സിലായി ചിലത് ഇതിലൂടെ പോകുന്നുള്ളൂ, എല്ലാം പോകുന്നില്ല. ഇതേപോലെ ഈ വചനത്തിലൂടെ, അതായത് ചായ തിളക്കണം നോക്കി എന്നാൽ പോരുന്ന്, ചായ തിളക്കണം നോക്കി എന്നാൽ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നിങ്ങളിങ്ങനെ വചനം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാനും നിങ്ങളും ഈ വചനത്തിലൂടെ ഇത് കയറി ഇറങ്ങണം. ഞാൻ പോവോ ഇതിലൂടെ? ഞാൻ കയറി പോവോ? ഗ്ലോറി. ഇവിടെ ക്രിസ്തുവിൽ പ്രത്യാശ ഇല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നേ, ക്രിസ്തുവിൽ പ്രത്യാശ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർ സകല മനുഷ്യരെന്ന് പറഞ്ഞാൽ പുറമേയുള്ള യേശുവിൽ വിശ്വസിക്കാത്ത ആ ഹിന്ദുവോടും ഇസ്ലാമോടും ബുദ്ധമതക്കാരനോടും ഈ ലോകത്തിലെ ഏത് മതക്കാരനേക്കാളും അരിഷ്ടനാണെന്ന് അവരൊന്നും വിശ്വസിക്കാതെയാണ് പോയത്. നീ സ്വർഗ്ഗരാജ്യത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടാണ് നരകത്തിലേക്ക് പോകുന്നത്. വ്യത്യാസം മനസ്സിലായോ? നീ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നത്. മറ്റവർക്ക് അത് അങ്ങനെ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല അവര്. ഗ്ലോറി. ദൈവവചനം പറഞ്ഞ അവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതിന്റെ അർത്ഥം നമ്മൾ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം യഥാർത്ഥത്തിൽ ദൈവം ചിന്തിക്കുന്ന വെളിച്ചമായിരുന്നില്ല. ഇതാ കർത്താവ് പറഞ്ഞേ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും, കണ്ണ് കേറുള്ളതെങ്കിലോ ആ ശരീരം ഇരുണ്ടതായിരിക്കും. പിന്നെ കർത്താവ് പറയാണ്, മത്തായി 6 ഈ പറയുന്നത് 21 മുതൽ വായിക്കുമ്പോൾ ഇതാ പിന്നെ കർത്താവ് പറയാ, നീ വെളിച്ചമെന്ന് ചിന്തിക്കുന്ന വെളിച്ചം അത് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്ര വലിയത്. ഇരുട്ടിനെ കയറി നീ വിളിക്കുന്നത് വെളിച്ചമെന്നാ. ഈ ലോകത്തിന്റെ കോഴ്സിന് വേണ്ടി, ഈ ലോകത്തിന്റെ കാലഗതിക്ക് വേണ്ടി കർത്താവിനെ ആശ്രയിച്ചിട്ട് അതിനെ വെളിച്ചമെന്ന് വിളിക്കുക. പിടുത്തം കിട്ടിയോ? അപ്പോ അത് സാധാരണ ഇരുട്ടൊന്നുമല്ല, അത് കൂരാക്കൂരി ഇരുട്ടാ. ഗ്ലോറി. പുറത്തുള്ള മറ്റ് ജാതിക്കാരന് ഇരുട്ടില്ല. ഹലോ, പുറത്തുള്ള മറ്റ് ജാതിക്കാരന് ഇരുട്ടില്ല. പക്ഷെ നീ അകത്ത് കയറിയെന്നും പറഞ്ഞുകൊണ്ട്, ഈ ക്രിസ്തുവിനെ അറിയുമെന്നും പറഞ്ഞുകൊണ്ട് ഇരുട്ടിൽ നിന്ന് മാറി കൂരാക്കൂരി ഇരുട്ടിലായി. സംഭവം പോയി. ഇതാ പറഞ്ഞ നീ സകല മനുഷ്യരിലും അരിഷ്ടനാണെന്ന്. പുറത്തുള്ളവൻ നരകസന്തതിയാ, പക്ഷെ നീ അകത്ത് കയറിയ നീ ഇപ്പൊ ഇരട്ടി നരകസന്തതിയായി. ഹലോ, എൻ്റെ വേടല്ല, യേശുവിൻ്റെ വേടാട്ടാ. ഗ്ലോറി. അതെ, കർത്താവ് പറയണം അന്നത്തെ ദേവദാസന്മാരോട്, നിങ്ങൾ കടലും കരയും സഞ്ചരിച്ച് പ്രസംഗിക്കുന്നു. എന്താ പ്രസംഗിക്കണേ? ബൈബിൾ അല്ലേ? എന്നിട്ട് ആളുകളെ മതത്തിൽ ചേർക്കുന്നു. അപ്പൊ ആളെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. എന്നിട്ട് കർത്താവ് പറയാ, നിങ്ങൾ അവനെ ആരാക്കുന്നു? നരകയോഗ്യനെ സ്വർഗയോഗ്യനാക്കാനാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ ഈ ബൈബിൾ തന്നെ പ്രസംഗിച്ചു, വചനം പ്രസംഗിച്ചിട്ട് നരകയോഗ്യനെ നിങ്ങളുടെ മതത്തിൽ ചേർത്തു. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ അവനെ ആരാക്കുന്നു? കർത്താവ് തന്നെ ഉത്തരം പറഞ്ഞു, അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ അവനെ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. എങ്ങനെ? നേരത്തെ പകുതി ഉണ്ടായിരുന്നുള്ളൂ, ഒന്നണ്ടാൾ, ഇപ്പൊ 2 ഫോൾഡായി. പിടുത്തം കിട്ടിയോ? ഇതാണ് മത്തായി 7, 21, 22, 23 കാണുന്നത്. ഇവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് നരകത്തിലേക്ക് പോകുന്നു. മറ്റവരെ അതിന്റെ അടുത്ത കൂട്ടര് ജനങ്ങളെ കുറിച്ചായി പറയണം. അടുത്തത് അതിന്റെ 22 മുതൽ ദൈവദാസന്മാരെ കുറിച്ച് എഴുതിയിരിക്കണേ. അവര്
സുവിശേഷം അറിയിച്ചും കൃപാവരം ഓപ്പറേറ്റ് ചെയ്തും രോഗികളെ സൗഖ്യമാക്കിയും ഭൂതങ്ങളെ പുറത്താക്കിയും നരകത്തിലേക്ക് പോകുന്നു. പക്ഷെ അവർക്ക് ഈ ചിന്തയില്ലെന്നേ. അവർ ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് പ്രകാശം എന്നുള്ള ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ചിന്തയിലാണ് ഇത് ചെയ്തിട്ട്. അതിൻ്റെ അർത്ഥം ഇത് ചെയ്യണ തെറ്റെന്നല്ല കേട്ടോ. അവരിത് ചിന്തിച്ച് അവർ കർത്താവോട് പറയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു എന്ന്. ഗ്ലോറി. കാരണം അവരുടെ ചിന്തയിൽ ഇതാണ് വെളിച്ചം. പക്ഷേ അവർ ഞെട്ടിപ്പോയി യേശുവിൻ്റെ ഉത്തരം വന്നപ്പോൾ. എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഓടുന്നുവെങ്കിൽ ജയിക്കാൻ തക്കവണ്ണം ഓട്. ചുമ്മാ നമ്മൾ ഓടിയാൽ നമുക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും നമ്മളൊരു ശാപമാണ്. കാരണം ചുറ്റുമുള്ളവന് നമ്മളെ കണ്ട് ഓടും. കാരണം കുഞ്ഞെ, നിന്റെ പേരെന്താ? ദൈവ പൈതൽ, ദൈവദാസൻ, ദൈവദാസി. നീ ഓടുന്നത് കണ്ടാണ് പുതിയവൻ ഓടാൻ വരുന്നേ. അവൻ നിന്നെ പോലെ ഓടും. അവനും ശാപത്തിൽ പോയി. ഓടുന്നുവെങ്കിൽ കർത്താവിൻ്റെ പുറകെ ഓടാൻ, ലോകത്തിൻ്റെ പുറകെ ഓടല്ലേ. ഗ്ലോറി. കാരണം ഞാൻ നിങ്ങൾ ആരുടെ പേരെ വഹിക്കണമെന്ന് അറിയാമോ? ക്രിസ്തുവിൻ്റെ പേരെ വഹിക്കണേ. ഗ്ലോറി. അറിവുള്ളവനായ നീയെ വിഗ്രഹാലയത്തിൽ ഭക്ഷണത്തിലിരിക്കുമ്പോ അത് ദുർബല മനസ്സാക്ഷിയുള്ളവരും കണ്ടാൽ അവൻ വിഗ്രഹങ്ങൾ അർപ്പിച്ചത് തിന്നും. അപ്പോ അത് നിനക്ക് പാപമായും തീരും. ഇതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പുറകെ പോകുവാൻ നിയമിക്കപ്പെട്ട, നിശ്ചയിക്കപ്പെട്ട നാം ഈ ലോകത്തിലെ വ്യക്തിത്വങ്ങളുടെയും സംഘടനകളുടെയും സഭകളുടെയും പുറകെ പോയിട്ട് എൻ്റെയും നിങ്ങളുടെ മേൽ ലോകം കാണുന്ന പേര് ക്രിസ്തുവിൻ്റെ നാമമാണ്. അവരും ഇതേപോലെ ചെയ്യാൻ കാരണമായി തീരുമ്പോൾ അത് നമുക്ക് പാപമായി തീരും. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളുടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പോയി പ്രസംഗിച്ചിട്ട് നിങ്ങൾ ആളെ ചേർത്തിട്ട് നിങ്ങൾ അവരെ ഇരട്ടിച്ച നരകസന്തതിയാക്കി മാറ്റുന്നു. ഇവിടെ പറയാണ്, ഇങ്ങനെ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല മനുഷ്യരിൽ അരിഷ്ടന്മാരാത്രേ. ഹല്ലേലൂയ. മക്കളെ, ഈ ലോകത്തിന്റെ കോഴ്സ്, ആ കോഴ്സിലാണ് ഇന്ന് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പല പല വിഷയങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ഇപ്പൊ ധൂർത്തപുത്രനെ നോക്കിയാൽ അവനോട് ഇപ്പോൾ ഒരു ദൈവദാസൻ എന്നിട്ട് പറയാണ്, എന്തൊക്കെയാണ് നിന്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം തന്നെ എന്നാ പറയൂ? എന്നെ പോലെ കഷ്ടത അനുഭവിക്കുന്നവർ വേറെ ആരുമില്ല ബ്രദറെ. കാരണം ഞാൻ പട്ടിണിയില്ല. എനിക്ക് നിന്റെ ആഗ്രഹം എന്താടാ പറ, ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ ആഗ്രഹം പന്നിയുടെ വാളവര വേണം. എനിക്ക് എങ്ങനെയെങ്കിലും അത് കിട്ടിയേ പറ്റൂ. പന്നിയുടെ വാളവര എനിക്ക് വേണം. പിന്നെ നിന്റെ വേറെ എന്താ വിഷയം? എൻ്റെ വയറ് വിശക്കുന്നുണ്ട്. പിന്നെ എന്താ വിഷയം? എനിക്ക് നല്ല ഉടുപ്പില്ല. പിന്നെ നിനക്ക് വേറെ എന്താ വിഷയം? ദേശം മുഴുവൻ ക്ഷാമമാണ്. അല്ലേ? അവിടെ പറയാണ്, അതോട് കഠിന ക്ഷാമം വന്നു. ക്ഷാമമാ, മൊത്തം കടവാ, മൊത്തം വിഷയങ്ങളാ. അപ്പൊ ഇവന് വമ്പൻ പ്രാർത്ഥനാ ലിസ്റ്റുണ്ട്. അപ്പോൾ എനിക്ക് ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ലെങ്കിൽ ഞാൻ നേരെ അവിടെ ചെന്ന് എന്താ ചെയ്യാൻ പോണേ? എൻ്റെ യേശു നിനക്ക് വാളവര തരും. ഞാൻ പറയാൻ പോണ, എൻ്റെ യേശു നിനക്ക് വാളവര തരും. നമുക്ക് പ്രാർത്ഥിക്കാം. 3 ദിവസം ഉപവാസം. എന്താ പ്രാർത്ഥന? വാളവര പ്രാർത്ഥന. എൻ്റെ യേശു നിനക്ക് വാളവര തരും. ഗ്ലോറി. യേശു കൊടുക്കാതിരിക്കത്തില്ല. കാരണം സുബോധമില്ലേലും മക്കളല്ലേ, കൊടുക്കാതിരിക്കുമോ? തുടർന്ന് പിന്നെ അവിടെ ഒരു വാളവര സഭ, അതിലേക്ക് ആളുകൾ കൂടാൻ തുടങ്ങി. എവിടെ? ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ. ഗ്ലോറി. സുബോധമില്ലാത്ത ഇവിടെ അവരെ കൂട്ടിവെച്ചു. എന്നിട്ട് ഈ ലോകത്തിലെ മാത്രം പ്രത്യാശയുള്ള ഇവിടുത്തെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ച് ഇവരെ കൂട്ടി വെച്ചേക്കുക. ശ്രദ്ധിച്ചേ, ഇതാണ് അരിഷ്ട സഭകൾ, അരിഷ്ട ക്രിസ്ത്യാനി. ഗ്ലോറി. എന്നാൽ അവിടെ പറയുകയാണ്, അവൻ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ അവന് പെട്ടെന്ന് സുബോധം വന്നു. അവന് സുബോധം വന്നപ്പോ അവന്റെ പ്രശ്നങ്ങളെ മുഴുവൻ മറന്നു. അവൻ നേരെ അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് ഓർത്തു. ദൈവരാജ്യത്തെ കുറിച്ച് അവൻ ഓർത്തു. കാരണം അവന്റെ ഈ കാണുന്ന പ്രശ്നങ്ങളല്ല അവന്റെ പ്രശ്നങ്ങൾ. യഥാർത്ഥ പ്രശ്നം, ഹലോ, അവന്റെ കാണുന്ന പട്ടിണിയല്ല അവന്റെ യഥാർത്ഥ പ്രശ്നം. അവന്റെ കാണുന്ന വാളവരെ കിട്ടാത്തത്, ആ ബിസിനസ്സിലെ കോമ്പറ്റീഷൻ അല്ല അവന്റെ പ്രശ്നം. ഗ്ലോറി. അവന്റെ കാണുന്ന പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത് കാണാത്തതാണ്. കാരണം അവന്റെ കാണുന്ന പ്രശ്നങ്ങളുടെ കാരണം അവന്റെ അപ്പനിൽ നിന്ന് അവൻ അകലെയാണ്. മനസ്സിലായോ? അവന്റെ കാണുന്ന പ്രശ്നങ്ങളുടെ കാരണം
കാണാത്തതാണ്. അവന്റെ സ്വർഗീയ പിതാവിൽ നിന്ന് അവൻ അകലെയാണ്. യഥാർത്ഥത്തിൽ അവന്റെ പ്രശ്നം തീർക്കേണ്ടത് അവനല്ല, അവന്റെ പ്രശ്നം തീർക്കേണ്ടത് ദൈവമാണ്, അവന്റെ അപ്പനാണ്. ഗ്ലോറി. ഇതാ, എന്ന് അവൻ അവന്റെ അപ്പൻ്റെതല്ലാതെ ആയി മാറിയോ അന്ന് അവന്റെ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. എന്ന് അവൻ അവന്റെ അപ്പന്റെ വീട്ടിൽ സ്വയംഭരണത്താൽ ഇറങ്ങി തിരിച്ചോ അവന്റെ പ്രശ്നങ്ങൾ തുടങ്ങി. ഗ്ലോറി. അവൻ അവന്റെ അപ്പൻ്റെതല്ലാതെയായി മാറുകയാണ്. എന്നാൽ സുബോധം കിട്ടിയ അവനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയാം, അപ്പോൾ അവന് സുബോധം വന്നിട്ട് ഉടനെ മാത്തുക്കുട്ടി മുതലാളിയെ കുറിച്ച് ചിന്തിച്ചു. അവിടെ ചെന്നാൽ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് കരുതി എന്നാണോ ബൈബിൾ പറയണേ? എന്താ എഴുതിയേക്കണേ? വായിച്ചു മോനെ. അപ്പോൾ സുബോധം വന്നിട്ട് അപ്പോൾ എന്ത് വന്നു? സുബോധം വന്നിട്ട്. അപ്പൊ അതുവരെ എന്ത് വന്നിട്ടില്ല. അപ്പൊ സുബോധം വന്നവനെ ഇങ്ങനെ അറിയാം. അവന്റെ ചിന്ത എന്തായി? എന്റെ അപ്പന്റെ കൂലി എന്റെ അപ്പന്റെ. ഹലോ, സുബോധം വന്നവൻ ഉടനെ ചിന്തിക്കുന്നത് അവന്റെ അപ്പനിലേക്കാണ്. മനസ്സിലായി? സുബോധം വന്നവൻ ഉടനെ ചിന്തിക്കുന്നത് എങ്ങോട്ടാ? അവന്റെ അപ്പനിലേക്കാ. കരംകുർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. സുബോധം വന്നവൻ എന്നാ ചിന്തിക്കും? അവിടെ പറയാണ്, അപ്പോൾ സുബോധം വന്നിട്ട്. ഗ്ലോറി. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ ഉടനെ ചിന്തിക്കുന്നത് അവന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ചാണ്. ആ അപ്പന്റെ ഭവനമാണ് ദൈവരാജ്യം. ഇതാണ് ക്രിസ്തുവിന്റെ ദർശനം. ഇതാണ് ക്രിസ്തുവിന്റെ ദർശനം. ഇതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. മനസ്സിലായോ? ഈ അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഈ മക്കളെ തിരികെ അപ്പന്റെ വീട്ടിൽ എത്തിക്കണം. അതോടെ അവന്റെ പ്രശ്നം മുഴുവൻ സോൾവായി. അവന്റെ പ്രശ്നം മുഴുവൻ പരിഹരിക്കുന്നു. ആര്? അവനല്ല, അവന്റെ അപ്പൻ. അവനല്ല, അവന്റെ അപ്പൻ. ഇതാണ് സ്വർഗത്തിലെ ദൈവം. കർത്താവ് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ കർത്താവ് പറഞ്ഞത്, പ്രിയ കുഞ്ഞെ, എന്ത് തിന്നും, എന്ത് കുടിക്കൂ, എന്ത് ധരിക്കൂ, നീ അന്വേഷിച്ച് വിഷമിക്കാതെ, ഇതല്ല നീ ആദ്യം അന്വേഷിക്കേണ്ട, ഇതൊക്കെ നിനക്ക് വേണമെന്ന് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. മുമ്പേ ദൈവത്തിന്റെ രാജ്യം, ദൈവത്തിന്റെ ചിന്തകൾ അന്വേഷിക്കുക. അതോടെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് നിന്നെ പിന്തുടരും. ഹലോ, ഹലോ, ശ്രദ്ധിച്ച് കേൾക്ക് പ്രിയ കുഞ്ഞുങ്ങളെ. ഇതാ എന്റെ ആലോചനയല്ല, യേശുവിന്റെ ആലോചന ഈ പറയുന്നേ. നമ്മളിന്ന് അന്വേഷിച്ച് നടക്കുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? തിന്നാൻ വേണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. കുടിക്കാൻ വേണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. ഉടുക്കാൻ വേണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം. അപ്പൊ നമ്മൾ അന്വേഷിച്ച് നടക്കണേ പണം, പൈസ അന്വേഷിച്ച് നടക്കുക. കർത്താവ് പറയുന്നത്, മക്കളെ, മുമ്പേ ഇതല്ല നീ അന്വേഷിക്കണ്ടേ. ഇതൊക്കെ റിലീസ് ചെയ്യുവാൻ ദൈവരാജ്യത്തിന്റെ കോഴ്സിൽ വേറൊരു മാർഗമുണ്ട്. ദൈവരാജ്യത്തിന്റെ കോഴ്സിൽ, ഈ ലോകത്തിന്റെ കോഴ്സിൽ നീ നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഇത് കഴിച്ചേ പറ്റും. പക്ഷെ ദൈവരാജ്യത്തിന്റെ കോഴ്സിലേക്ക് വരുമ്പോൾ ഇതിന് വേറൊരു മാർഗമുണ്ട്. എന്തെന്നറിയാമോ? നീ മുമ്പേ ഒരു രാജ്യം അന്വേഷിക്കണം. ഏതെന്നറിയാമോ? ദൈവരാജ്യം. അപ്പൊ ഞാനിവിടെ എന്താ അന്വേഷിച്ചോണ്ടിരിക്കുക? ഈ കോഴ്സിലെ ലോകം അന്വേഷിച്ചോണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞ എന്തന്വേഷിക്കാനാ? ദൈവരാജ്യം അന്വേഷിക്കാൻ. ഹലോ, വ്യത്യാസം. നമ്മൾ ഇന്ന് വ്യത്യാസം മനസ്സിലാക്കുക. നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുന്നവരാണെങ്കിൽ അരിഷ്ട ക്രിസ്ത്യാനി അല്ല. ലോകം അന്വേഷിക്കുന്നവനാണെങ്കിൽ അരിഷ്ട ക്രിസ്ത്യാനിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ആകാം. ഇതാ, എന്നിട്ട് ലോകം അന്വേഷിച്ചുകൊണ്ട് നമുക്ക് ഒരു ഇവാഞ്ചലിസ്റ്റും ഒരു പാസ്റ്ററും ഒക്കെ ആയിരിക്കാം. ഗ്ലോറി. ഈ ലോകത്തിൽ ഇത് പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ അവസാനം അരിഷ്ടനായിട്ട് തീരും. അവരെക്കുറിച്ചാണ് മത്തായി 7:22 താഴേക്ക് അവിടെ പറയുന്നത്. കർത്താവ് പ്രവചിച്ച് പറയുക കേട്ടോ. ആ ദിവസം ആദിയിൽ തന്നെ അവസാനം കാണാൻ കഴിവുള്ള കർത്താവ് അന്നത്തെ ദിവസം നോക്കിയിട്ട് ഇപ്പൊ അന്ന് പറഞ്ഞ കാര്യമാണ്. 22 മുതൽ വായിക്കുക. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും. ഇത് ദൈവദാസന്മാരാ. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇതൊരു ദൈവദാസൻ ചെയ്യേണ്ട കാര്യമാ, ദൈവ പൈതൽ ചെയ്യേണ്ട കാര്യം. ഇതിൽ തെറ്റില്ല. മനസ്സിലായോ? പക്ഷേ
ഇവർ ഇത് ചെയ്തപ്പോഴും ഇവർ എന്ത് നേടാൻ വേണ്ടിയായിരുന്നോ ചെയ്തത്? ലോകം നേടാൻ വേണ്ടിയാ, ലോകത്തിൽ പ്രശസ്തനാകാൻ വേണ്ടിയാ, ലോകം നേടാൻ, പണം നേടാനായിരുന്നു ഇവരുടെ മനസ്സിലെ ചിന്ത. ഇവർ കോഴ്സ് മാറിയില്ലായിരുന്നു. മനുഷ്യർക്ക് ഇത് കാണാൻ പറ്റില്ല, പക്ഷെ കർത്താവിന് ഇത് കാണാം. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പൊ ഇത് ചെയ്യുമെന്നാണ്, ഇതിങ്ങനെ പറയുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇവരുടെ ചിന്തയിൽ ഇത് വെളിച്ചമാണ്, ഇതൊക്കെയാണ് വെളിച്ചം. ഇവരിത് പറഞ്ഞു. പക്ഷെ കർത്താവ് അവരോട് തിരിച്ചെന്താ പറഞ്ഞേ? അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്ത് പറയും. ഇന്ന് ഇതിവിടെ ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഈ സംഭവം. കാരണം ദൈവവചനം പറയുന്നു, ഈ ആയുസിൽ മാത്രം നീ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരില് ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്, പക്ഷെ സകല മനുഷ്യരിലും അരിഷ്ടരാ. പിടുത്തം കിട്ടിയോ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, നിങ്ങളെല്ലാം ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ ഈ വചനം നമ്മുടെ ചെവിയിലൂടെ പോയി. പക്ഷേ നമുക്ക് ഈ വചനത്തിലൂടെ ഒന്ന് പോയാലോ? ഗ്ലോറി. ഈ വചനത്തിലൂടെ പോയാൽ നമ്മളെ തന്നെ ആ അരിപ്പയിൽ ഫിൽട്ടർ, ചായ അരിക്കുന്ന അരിപ്പയിൽ ഫിൽട്ടർ ചെയ്യണവരെ പോലെയാ. കയറി പോവില്ലേന്ന് അറിയണമല്ലോ. എന്റെയും നിങ്ങളുടെയും പ്രത്യാശ ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷത്തിലാണോ, അതോ പിശാച് യേശുവിന് വാഗ്ദത്തം ചെയ്ത ലോകത്തിലാണോ? പിശാച് യേശുവിന് വാഗ്ദത്തം ചെയ്ത് എന്താ? ഈ ലോകമോ അതിന്റെ സകല മഹത്വവും. ഗ്ലോറി. നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലാണ്. ഈ ലോകത്തിന് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ ആരാധിക്കുന്നവരും സ്തുതിക്കുന്നവരും സുവിശേഷം അറിയിക്കുന്നവരും ആണ് എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടനാണ്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇതിന്റെ നടുവില് മക്കളെ, ലോകമെല്ലാം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓഫർ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ഗ്ലോറി. നമുക്ക് ദൈവം തന്ന ഓഫർ എന്ന ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് യേശു തെറ്റായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് യേശു വന്നിട്ട് പറയാം, മക്കളെ, എന്തു തിന്നു, എന്തു കുടിക്കും, എന്തുടുക്കും അല്ല നിങ്ങൾ അന്വേഷിക്കണ്ടേ, മുമ്പേ നിങ്ങൾ ദൈവരാജ്യം അന്വേഷിപ്പീൻ. എന്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ യേശുവിന്റെ ആളുകളല്ലേ? അല്ലേ? അത് പിന്നെ എന്തുകൊണ്ട് യേശുവിനെ വിശ്വസിച്ചുകൂടാ? വാക്കിൽ മാത്രമല്ല, ജീവിതത്തിൽ യേശുവിനെ വിശ്വസിക്കേ. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുന്ന യേശു പറഞ്ഞെങ്കിൽ നമ്മൾ ഉടനെ ചോദിക്കണം, അതെവിടെയാണ് യേശുവേ? ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ അതെവിടെയാണ് യേശുവേ? അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറഞ്ഞല്ലോ. മോനെ, എടാ താക്കോലൊന്ന് അന്വേഷിച്ചേ എന്ന് പറഞ്ഞപ്പോ എവിടെയാന്ന് ചോദിച്ചാൽ ആ മേശപ്പുറത്ത് അവിടെ എങ്ങാനും കാണും. അപ്പം പറഞ്ഞു കൊടുത്തു. ഇതുവരെ യേശുവിനോട് ചോദിച്ചോ? മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞപ്പോ യേശുവിനോട് ചോദിച്ചാൽ, യേശു അതെവിടെയാ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ, അതെവിടെയാ? ഒന്ന് ചോദിച്ചോ? ഇതുപോലും ചോദിക്കാതെ ആരാധിച്ചാ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന അവസ്ഥ, പ്രിയ കുഞ്ഞുങ്ങളെ, നിർത്തി യേശു പറയുന്ന ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് യേശുവിന്റെ പുറകെ പോവുക. തത്വങ്ങളുടെയും സംഘടനകളുടെയും അല്ല, യേശുവിന്റെ പുറകെ പോ. ഗ്ലോറി. ഹല്ലേലൂയ. അങ്ങനെ യേശുവിന്റെ പുറകെ പോയി. ഇതാ, നിങ്ങൾ ചോദിച്ചില്ല, ഒരു പരീശൻ ചോദിച്ചു, അതെ യേശുവേ, ഈ ദൈവരാജ്യം എന്ന് അങ്ങ് പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, ഈ ദൈവരാജ്യം എപ്പോഴാ വരുന്നേ? ഉടനെ യേശു പറഞ്ഞു കൊടുത്തു, ഇത് ഇരിക്കുന്ന സ്ഥലം. ദൈവരാജ്യം കാണത്തക്ക വണ്ണം അല്ല വരുന്നേ, അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഗ്ലോറി. ഹല്ലേലൂയ. മലയാളം ബൈബിളിൽ നിങ്ങളുടെ ഇടയിലുണ്ടെന്നാണ്, അങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിളില് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു, നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഗ്ലോറി. അപ്പൊ യേശു അന്വേഷിക്കാൻ പറഞ്ഞ സാധനം എവിടെയുണ്ട്? അടുത്തിരിക്കണവന്റെ ഉള്ളിലാണോ? എൻ്റെ ഉള്ളിലാണോ? വായിച്ചേ. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോകുവാണേ. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കുക. ഓ ലോർഡ്, ഐ ലവ് യു. 17-20 മുതൽ വായിക്കുക. ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന്
ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയുമില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ശ്രദ്ധിച്ചേ, അറ്റ്ലീസ്റ്റ് ഈ പരീശന്മാരുടെ ചോദ്യത്തിൽ നമുക്ക് മനസ്സിലാകാം യേശുവിന്റെ പ്രസംഗം എന്തായിരുന്നു. ഹലോ, യേശുവിന്റെ പ്രസംഗം ദൈവരാജ്യമായിരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. അതുകൊണ്ടാ പരീശന്മാർ ചോദിച്ചേ ദൈവരാജ്യം എപ്പോൾ വരുമെന്ന്. ഗ്ലോറി. ഇനി യേശുവിന് ഉത്തരം പറഞ്ഞ എന്തുവാ? എപ്പോൾ വരുമെന്നല്ല ഉത്തരം പറഞ്ഞേ, അത് എവിടെ ഉണ്ടെന്നാ. ഗ്ലോറി, അത് എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. കർത്താവ് അവിടെ പറയുകയാണ്, ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവരാജ്യം കാണത്തക്ക വണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയൊന്നും അതാ അവിടെയൊന്നും പറയുകയുമില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. ആ ട്രാൻസ്ലേഷനിലെ മിസ്റ്റേക്കാണ്, ഇടയിൽ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതാ കിങ് ജെയിംസ് വെർഷനും ഉണ്ട്, ASV വെർഷനും ഉണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടോ, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഹലോ, നിന്റെ ഉള്ളിലുണ്ട്. അത് മറഞ്ഞിരിക്കുക, നിന്റെ ഉള്ളിലുണ്ട്. കാരണം നീ നിന്റെ അകത്തേക്ക് നോക്കുന്നില്ല, നീ നിന്റെ കണ്ണിലൂടെ പുറത്തേക്കാണ് നോക്കുന്നേ. ഹലോ, നീ നിന്റെ കണ്ണിലൂടെ പുറത്തേക്കാണ് നോക്കുന്നേ. പുറത്തേക്ക് നോക്കുമ്പോൾ നീ കാണുന്നത് എന്തുവാ? ലോകം. ഗ്ലോറി. പക്ഷെ അകത്തേക്ക് നോക്കിയാൽ നിനക്കൊന്ന് കാണാൻ പറ്റും. ലോകം അങ്ങ് മാറ്റിയിട്ട് നീ ഒന്ന് അകത്തേക്ക് നോക്കിയാൽ നിനക്ക് നിന്റെ ഉള്ളിൽ തന്നെ ദൈവരാജ്യം കാണാൻ പറ്റും. ഹലോ, നമ്മൾ അന്വേഷിക്കുന്ന ലോകം നമ്മുടെ ശരീരത്തിന്റെ പുറത്തും, കർത്താവ് അന്വേഷിക്കാൻ പറഞ്ഞ ദൈവരാജ്യം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും. എത്ര പേർക്ക് പിടുത്തം കിട്ടുന്നുണ്ട്? ഗ്ലോറി. ഹലോ, നമുക്കൊന്ന് മാറണ്ടേ? ഒന്ന് മാറണ്ടേ? അത് പുറത്തുനിന്ന് അകത്തേക്ക് തിരിയണ്ടേ? നമ്മൾ പുറത്ത് ലോകത്തിനെ നേടാൻ പണത്തെ അന്വേഷിക്കുന്നവരാ. ഗ്ലോറി. എന്നാൽ അകത്തെ ദൈവരാജ്യത്തെ നേടാൻ ജീവനെ അന്വേഷിക്കുന്നവരായി മാറണം. ഗ്ലോറി. ഹല്ലേലൂയ. തല തിരിയണം. ഇതുകൊണ്ടാണ് പൗലോസിനെ പോലെയുള്ള ദേവദാസന്മാർ വന്നപ്പോൾ അവിടെ ആളുകൾ പറഞ്ഞത്, അപ്പോസ്തലപ്രവൃത്തി 17 പറയാണ്, ഇതാ ലോകത്തെ തലകീഴായി മറിക്കുന്നവർ ഇവിടെയും വന്നിട്ടുണ്ട്. തലകീഴായി മറിയുക. നേരത്തെ ദൈവജനം ലോകം അന്വേഷിച്ച് പുറത്തേക്ക് നോക്കി. പൗലോസിന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ദൈവജനം ലോകം വേണ്ട എന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കി. സംഭവം തല തിരിഞ്ഞു. പിടുത്തം കിട്ടിയ? ഗ്ലോറി. ഹല്ലേലൂയ. കാരണം കർത്താവ് യേശു പറയുന്നത് നിന്നെ ലോകത്തിൽ വലിയവനാക്കാന്നല്ല. ഗ്ലോറി. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി തീര് എന്ന് പറഞ്ഞ് ലോകത്തിൽ നിന്ന് അവരെ ഡിറ്റാച്ച് ചെയ്യിപ്പിച്ച്, അവരെ സെപ്പറേറ്റ് ചെയ്യിപ്പിച്ച് ദൈവരാജ്യത്തോട് അവരെ അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ്. പിടുത്തം കിട്ടിയോ? ഗ്ലോറി. ഹല്ലേലൂയ. അതായത് ഭൗതിക റിലം അവരിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിക്കുകയാണ്. ഗ്ലോറി. അതായത് അവിടെ നീ പ്രവർത്തിക്കണം. ആത്മമണ്ഡലത്തിലേക്ക് ഇവനെ കൊണ്ടുവരികയാണ്. അകത്തലത്തിൽ ജീവിച്ച് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഒരുക്കുകയാണ്. ഹല്ലേലൂയ. കാരണം പുറം മരണം വ്യാപരിക്കുകയാണ്, അകം ജീവൻ വ്യാപരിക്കുകയാണ്. ഗ്ലോറി. ഏകമനുഷ്യ പാപവും പാപത്താൽ മരണവും ദൈവരാജ്യത്തിൽ കടന്നു എന്നൊരു വാക്കില്ല. പിന്നെ എവിടെ കടന്നു? ലോകത്തിൽ കടന്നു. മനസ്സിലായോ? റോമ 5:12 ഈ പറയുന്നത് ഏകമനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ മരണം കടന്നോടത്താണോ പ്രിയ കുഞ്ഞെ നീ ഭാവി ഉണ്ടാക്കാൻ പോണേ? ഗ്ലോറി. 5:12 വായിച്ചു മോനെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ശ്രദ്ധിച്ചേ, പാപത്താൽ മരണവും. അപ്പൊ ലോകത്തിൽ എന്ത് കയറി കിടക്കുക? അപ്പൊ സ്വർഗം വിട്ട്, സ്വർഗരാജ്യം വിട്ട് ലോകത്തിലേക്ക് വന്ന യേശുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഞാനിപ്പോ ഏത് മണ്ഡലത്തിലേക്ക് വന്നേക്കണേ? മരണമുള്ള മണ്ഡലത്തിലേക്ക്, മരണത്തിന്റെ കീഴിലേക്ക് ഞാനും വന്നു. അതുകൊണ്ടാ പ്രാർത്ഥിച്ചേ, തന്നെ മരണത്തെ വിടുവിക്കാൻ കഴിവുള്ളതിനോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചേ. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. അപ്പൊ കാരണം വന്നതിന്റെ ഉദ്ദേശം നമ്മളെ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോകാനാ. നമ്മളെ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോകാനാ. അത് കർത്താവ് വളരെ മനോഹരമായി ചെയ്തു. കൽവരി ക്രൂശിലൂടെ ജീവനുള്ള പുതിയൊരു വഴി തുറന്ന് നമ്മളെ ഇങ്ങോട്ട് അതിലൂടെ കയറി അങ്ങ് പോവുകയാണ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, കമോൺ ഫോളോ മീ, എന്നെ അനുഗമിച്ചോ. ഗ്ലോറി. പക്ഷെ എന്നെ അനുഗമിച്ചോ എന്ന് പറഞ്ഞ് യേശു അങ്ങ് പോയി. ആ യേശു ശിഷ്യന്മാരും പോയ ഉടനെ തന്നെ ദൈവവചനം പറയുന്നു, പൗലോസ് പറയും, പ്രവചനം നടത്തി, ഞാൻ പോയ ഉടനെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേക്കും. സഭയിൽ നിന്ന് തന്നെ എഴുന്നേക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേക്കും. ശിഷ്യന്മാരെ ക്രിസ്തുവിന്റെ പിന്നാലെ വലിച്ചു കളയുന്നല്ല പറഞ്ഞേ,
തങ്ങളുടെ പിന്നാലെ, വ്യക്തികളുടെ പിന്നാലെ, സംഘടനകളുടെ പിന്നാലെ അവർ വലിച്ചോട്ട് പോകും. അപ്പോസ്തലപ്രവൃത്തി 20 പറയണേ. ഗ്ലോറി. അപ്പോ ഇതാ യേശുവിന്റെ സമയത്ത്, യേശുവിന്റെ ശിഷ്യന്മാരുടെ സമയത്ത് ഇതെല്ലാം മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോയി. ഗ്ലോറി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സാത്താൻ മനുഷ്യൻ്റെതായ സ്വസ്നേഹത്തിലൂടെ മനുഷ്യനെ മനുഷ്യന്റെ സ്വയത്തിലേക്ക് വലിച്ച് തുടർന്ന് ക്രിസ്തുവിന്റെ പിന്നാലെ പോകുന്നതിന് പകരം മനുഷ്യന്റെ സ്വയത്തിന്റെ പിന്നാലെ, സംഘടനകളുടെ പിന്നാലെ, ഗ്രൂപ്പുകളുടെ പിന്നാലെ വലിച്ചൊഴിച്ചുകൊണ്ട് പോയി. അന്നേ പറയുന്നുണ്ട്, പോകല്ലേ പോകല്ലേ. ഒരുവൻ പറയുന്നു ഞാൻ ബർണബാസിന്റെ ആള്, ഞാൻ പൗലോസിന്റെ ആള് എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട് നിങ്ങളൊക്കെ വെറും ജഡീകന്മാരാ. ഇന്ന് അതൊരു സ്റ്റാൻഡേർഡായി മാറി. ഗ്ലോറി. എൻ്റെ മക്കളെ, നമുക്ക് ജയിക്കണ്ടേ. ഈ ലോകത്തിൽ പറയുന്ന ഒരു ഗ്രൂപ്പും സ്വർഗരാജ്യത്തിലില്ല. ഗ്ലോറി. അവിടെയുള്ളത് ദൈവത്തിന്റെ കുടുംബം, ദൈവത്തിന്റെ മക്കളാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് നമ്മൾ തിരിയുവാനിടയാണ്. ഹൃദയം കൊണ്ട് നമ്മൾ ആള് മാറണം. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളും പേരുകളും മാത്രം കിട്ടിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതൊന്നല്ല, ഇവിടം കൊണ്ട് തീരും. ഗ്ലോറി. ഇവിടം കൊണ്ട് തീരും. എത്ര സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. ഗ്ലോറി. നിങ്ങളുടെ പേരിൽ ഇന്ന് ബാങ്കിൽ $10 മില്യൺ കിടക്കുന്നുണ്ടെന്ന് ചിന്തിച്ചോ. നിങ്ങൾക്ക് മരണശേഷം ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ അപ്പം ചെന്ന് നിന്റെ മോൻ ചെന്ന് ബാങ്കിൽ ചെന്ന് പറയാ, അപ്പൻ്റെ പേരങ്ങ വെട്ടിയേറി, എൻ്റെ പേരങ്ങ എഴുതിയേര്. ഗ്ലോറി. മനസ്സിലായോ? ആ മോനും ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഗ്ലോറി. അങ്ങനെ മോനും ഒന്നും കൊണ്ടുപോകാൻ പറ്റാതെ മോനെയും മരണം പിടിക്കും. അടുത്തവനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, അടുത്തവനെയും മരണം പിടിക്കും. എല്ലാവരെയും മരണം പിടിച്ച് മരണം മാറ്റിക്കളയുകയാണ്. അപ്പൊ നമ്മൾ തിരക്കിട്ട് ഓടുകയാണ്. എന്തിനു വേണ്ടി? ഈ ലോകത്തിൽ പണം, ലോകത്തിലേത് സമ്പാദിക്കാൻ വേണ്ടി നമ്മളിവിടെ തിരക്കിട്ട് ഓടുകയാണ്. ഈ ലോകത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് തിരക്കിട്ട് ഓടുകയാണ്. ഇതാണ് പറയുന്നത്, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നു നീ സകല മനുഷ്യരിൽ നിന്നെ മരണം പിടിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. എല്ലാവരും കൊച്ചു മുതലാളിമാരാകാൻ നോക്കുകയാ. കുഞ്ഞു മുതലാളിമാർ എല്ലാവരും. കാരണം ഒരു മനുഷ്യനെ നോക്കിയല്ലേ മറ്റേ മനുഷ്യൻ ജീവിക്കുന്നേ. എല്ലാവരും കൊച്ചു മുതലാളികളാകാനായിട്ട് നോക്കുകയാ. ഗ്ലോറി. എല്ലാവരും പൈസ വരാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പണം കൊയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. പക്ഷെ മരണത്തിന് ആരെയും ബഹുമാനവും ഇല്ല കേട്ടോ. അത് രാജാവായാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി, അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ശരി, മരണത്തിന് ആരെയും ബഹുമാനവും ഇല്ല. മരണം ആരുടെ മോഹം നോക്കത്തില്ല. ഇങ്ങെടുത്തോണ്ട് പോരെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വരും. ഗ്ലോറി. അവിടെ കൊച്ചു മുതലാളിയാണ്, ഞാൻ പണം വാരുകയാണ്, പണം കൊയ്യാന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല. ഗ്ലോറി. പൈസ വാരണ നേരത്ത്, പണം കൊയ്യണ നേരത്ത്, മരണമേ എന്തിനു നീ ഓടിച്ചാടി വന്നത്? പൈസ വാരണ നേരത്ത്, പണം കൊയ്യണ നേരത്ത്, കൊയ്യോ, മരണമേ എന്തിനു നീ ഓടിച്ചാടി വന്നത്? ആര് പറയാ? കൊച്ചു മുതലാളി. പെട്ടെന്ന് നീ എന്തിനാ വന്നേ? ഞാൻ പൈസ വാരണം കൊയ്യണം കണ്ടില്ലേ? മരണം ഉടനെ ചോദിച്ചു, ആരിത്? കൊച്ചു മുതലാളിയാ. ആഹാ. കൊണ്ടേ പോകൂ, നിന്നെ കൊണ്ടേ പോകൂ, കൊണ്ടേ പോകൂ, നിന്നെ കൊണ്ടേ പോകൂ. പാവപ്പെട്ടോനെന്നോ പണക്കാരനെന്നോ പാതിരിയെന്നോ പാസ്റ്ററെന്നോ വകഭേദമില്ല, നിന്നെ കൊണ്ടേ പോകൂ. മനസ്സിലായ? അവൻ കൊണ്ടുപോകും. കാരണം ആരിവിടെ അകത്ത് കയറി? ഏക മനുഷ്യർ പാപവും പാപത്താൽ മരണവും അകത്ത് കയറി. സുബോധമില്ലാത്ത നമ്മൾ ആ ലോകത്തിൽ വളരെ സ്വസ്ഥതയോടെ ആ ലോകത്തിൽ നമ്മളുടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. ശ്രദ്ധിച്ചേ, ഞാൻ ഒരിക്കൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു അമ്മച്ചി ഒരു മോനും ഒരു വീട് പൂട്ടിയിട്ട് അങ്ങോട്ട് പോയി. ആ വീട് പൂട്ടിയിട്ട് പോയിട്ട് രാവിലെ പോയപ്പോൾ വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ചെറുപ്പക്കാരായ ചില പിള്ളേർ എടുക്കണ്ടായിരുന്നു. അമ്മച്ചി വീട്ടിലേക്ക് മോനോട് കയറാൻ പോയപ്പോൾ ഉടനെ തന്നെ പിള്ളേർ പറഞ്ഞ്, അമ്മച്ചി ദേ ഒരു മൂർഖൻ ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ആ വാതിലിൻ്റെ അടിയിലൂടെ അകത്തേക്ക് കയറിപ്പോൾ ഞങ്ങൾ കണ്ടു. ഓ മൈ ഗാഡ്. ഇനി അമ്മച്ചി അകത്ത് കയറുമോ? വീടിനകത്ത് കയറുമോ? മൂർഖനകത്തേക്ക് കയറി പോകുന്നു വീടിനകത്തേക്ക്. അമ്മച്ചി പിന്നെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നില്ല, പുറത്ത് നിൽക്കുക. കാരണം അമ്മച്ചിക്ക് എന്തുണ്ട്? സുബോധം ഉണ്ട്. ആ മൂർഖൻ അകത്ത് കയറി, അമ്മച്ചി അകത്ത് കയറി ആ മൂർഖൻ കടിച്ചാൽ അമ്മച്ചിയുടെ ശരീരമേ ചാവുള്ളൂ. പക്ഷേ നമ്മളുടെ വീടായ ഈ ലോകത്തിലേക്ക് കയറിയ മൂർഖൻ
ആദത്തെ കടിച്ചു കൊന്നതാ. അവൻ ഇതിൻ്റെ അകത്ത് കയറി കിടക്കുക. അവൻ ഇതിൻ്റെ അകത്തുണ്ടായിട്ട് നമുക്ക് യാതൊരു കൂസലും ഇല്ല. നമ്മൾ സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിക്കുക. അവൻ ഓരോരുത്തരെയും കൊത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കണേ, തൻ്റെ മക്കളെ കൊത്തിക്കൊണ്ടിരിക്കണേ കണ്ടിട്ടാണ് അപ്പൻ അവർക്ക് ഒടുക്കം ന്യായപ്രമാണം കൊടുത്തത്. ഗ്ലോറി, ന്യായപ്രമാണം കൊടുത്തു. ഓരോ പാപം ചെയ്യുമ്പോഴും അവൻ കൊത്തിക്കൊണ്ടിരിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് യാതൊരു സുബോധമില്ല. ഈ ലോകത്തിൽ മരണം വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു കാഴ്ചപ്പാടും ഇല്ല. കാരണം ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടുണ്ടായ അപ്പോസ്തലന്മാർ അവരുടെ സുവിശേഷമായ ദൈവരാജ്യം ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി. പകരം ക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്ന 4 ചുമരും ഒരു കുരിശും മാത്രമായിട്ട് അതമ്പതിച്ചു. പിന്നെ എന്തിനാ ക്രിസ്തുവിനെ ആരാധിക്കുന്നത്? മറ്റുള്ള ദൈവങ്ങൾ, ഈ ലോകത്തിലെ ആവശ്യങ്ങൾ മാത്രം കൊടുക്കുന്ന മറ്റുള്ള ദൈവങ്ങളെ പ്രസാദിപ്പിച്ചാൽ, ഒരു കതിന കൊടുത്താൽ പ്രസാദിക്കുന്ന ദൈവം, എണ്ണ കൊടുത്താൽ പ്രസാദിക്കുന്ന ദൈവം, പൂമാല കൊടുത്താൽ പ്രസാദിപ്പിക്കുന്ന ദൈവം, ഗ്ലോറി, അങ്ങനെ ഈ ലോകത്തിലെ ആവശ്യങ്ങൾ നടത്തി തരുന്ന അല്ല, അങ്ങനെയുള്ള ദൈവങ്ങളെ പോലെ ഒരു ദൈവമായി കർത്താവ് യേശു. ഗ്ലോറി, അങ്ങനെയല്ല. യേശു പറഞ്ഞത് എന്താണെന്നറിയാമോ? സുവിശേഷം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നീ മനസ്സാന്തരപ്പെടുക, നിന്റെ മനസ്സിന് അന്തരം വരുത്തുക. ഇന്ന് നീ ലോകം നേടാനല്ല പോകേണ്ടത്, ദൈവരാജ്യം നേടാൻ നീ പോണം. നീ ഒരു യു ടേൺ എടുക്കണം. ഇതാ താഴെ നിങ്ങൾക്ക് മറ്റൊരു ചിത്രം കാണാം. ഇതാ ആ ലോകം നേടാൻ പോയവൻ ഇന്ന് ലോകം നേടാനല്ല, തുടർന്ന് ദൈവരാജ്യം നേടാൻ പോയ അവൻ ഹൃദയം കൊണ്ടവൻ യു ടേൺ എടുത്തു. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇതുപോലെ ലോകം നേടാൻ വേണ്ടി ഓടിയതാണ്. എൻ്റെ 8ാം ക്ലാസ്സിൽ വെച്ച് എൻ്റെ പഠിത്തം ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് ഞാൻ തീരുമാനിച്ചു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. തുടർന്ന് ഒരു ഹിന്ദു സഹോദരനിലൂടെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ മനസ്സിലാക്കുകയും, ഇതാ തുടർന്ന് യേശുവിനെ ഞാൻ മനസ്സിലാക്കിയ, തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഞാൻ മനസ്സിലാക്കുകയും, തുടർന്ന് ഈ യാത്രയിൽ പോയപ്പോൾ ഞാൻ ആദ്യം ഒരു അരിഷ്ട ക്രിസ്ത്യാനിയെ പോലെ മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ഇതാ എനിക്ക് ഗൾഫിൽ ആരുമില്ല. എങ്ങനെ ഇരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇതാ തൻ്റെ പദ്ധതിയുമായുള്ള ബന്ധത്തിൽ ഇതാ ഗൾഫിലേക്ക് കടന്നു പോകാൻ ഒരു ക്രമീകരണം ഒരുക്കി. തുടർന്ന് ഞാൻ ഗൾഫിൽ ചെന്ന് ഇറങ്ങി. ഫിജറ എന്ന പട്ടണത്തിൽ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഫിജറ എന്ന പട്ടണത്തിൽ ഞാനവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്നെ പരിചയമുള്ളൊരു മുഖം അവിടെയില്ല. കാരണം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി, മറ്റൊരു സമയത്ത് ഞാനത് പറയാം. ഇതാ ആ വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്വർഗത്തിലെ ദൈവം എന്നെ അവിടെ എത്തിച്ചത്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം എന്നോട് എത്തിച്ചു. എന്നെ പരിചയമുള്ളൊരു മോഹം അവിടെ ഇല്ല. എന്നെ തേടി വന്നവർ ഒരു ഫോട്ടോയും കൊണ്ടാണ് വന്നേക്കണേ, എൻ്റെ ഫോട്ടോയും കൊണ്ട്. അങ്ങനെ ഇതാ അവിടെ ചെന്നിറങ്ങി. എൻ്റെ കയ്യിലൊന്നുമില്ല, ആൾപ്പാടെ ഒരു പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവിടെ എന്നെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. തുടർന്ന് റാസൽ ഖൈമ എന്ന പട്ടണത്തിൽ ഒരു സ്ഥാപനം തന്നു. തുടർന്ന് ദുബായ് എന്ന പട്ടണത്തിൽ വേറെ സ്ഥാപനം തന്നു. തുടർന്ന് റഷ്യയിൽ അസർബൈജാനിൽ അടുത്ത സ്ഥാപനം തുടങ്ങാൻ. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് ഒരു സ്ഥാപനം ഇവിടെ, അടുത്ത സ്ഥാപനം അവിടെ, അതിൻ്റെ അടുത്ത സ്ഥാപനം അവിടെ, അങ്ങനെ ഇങ്ങനെ വർദ്ധിച്ചു പോകണം എന്നുള്ള ആ ലോകത്തിൻ്റെ സന്ദേശം ഞാൻ ഏറ്റെടുത്ത് ഞാനങ്ങ് പോവുകയാണ്. അങ്ങനെ അസർബൈജാനിൽ, റഷ്യയിൽ ബാക്കു എന്ന് പറയുന്ന സിറ്റിയിൽ അസർബൈജാനിൽ ബിസിനസ് തുടങ്ങാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ തിരികെ വന്നപ്പോഴാണ് സ്വർഗത്തിലെ ദൈവനോട് സംസാരിക്കുവാനായിട്ട് ഇടയായത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരുന്നു: മകനെ, നിനക്ക് ഈ സമയം തന്നത് നിന്റെ അപ്പനോ അമ്മയോ കേരള ഗവൺമെൻറ്റോ UAE ഗവൺമെൻറ്റോ ഒന്നുമല്ല. നിനക്ക് ഈ സമയം തന്നത് ഞാനാ. നിനക്ക് ഈ സമയം തന്നത് കൊണ്ട് നിനക്ക് മരണത്തിന് ഇപ്പുറമുള്ളതും ഉണ്ടാക്കാം. അതായത് ലോകത്തിലുള്ളതും നിനക്കുണ്ടാക്കാം, ദൈവരാജ്യത്തിലുള്ളതും നിനക്കുണ്ടാക്കാം. രണ്ടിനും സമയം വേണം. സമയമാണ് പ്ലാറ്റ്ഫോം കറൻസി. ഈ സമയത്തിന്റെ മുകളിൽ മാത്രമേ രൂപയും ദിർഹവും ദിനാറും യൂറോയും റുപ്പി എല്ലാം ഓടത്തുള്ളൂ. സമയമില്ലെങ്കിൽ ഇതൊന്നും ഓടത്തില്ല. ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ബാങ്കിൽ ഒരു $10 മില്യൺ കിടക്കുക, പക്ഷെ നിങ്ങൾക്ക് ആകപ്പാടെ നിങ്ങളുടെ മുമ്പിൽ ആകപ്പാടെ 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും. ബാങ്കിൽ എത്രയുണ്ട്? $10 മില്യൺ. നിങ്ങൾക്ക് ആ $10 മില്യൺ കൊണ്ട് ഒരു കാര്യവും ഇല്ല. കാരണം നിങ്ങളുടെ ആകപ്പാടെ ജീവിതത്തിന് എത്രയേ ഉള്ളൂ? 2 മിനിറ്റ്. അപ്പോൾ സമയം എന്ന കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ, പ്ലാറ്റ്ഫോം കറൻസി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള കറൻസികളൊക്കെ ഓടത്തുള്ളൂ, അല്ലെങ്കിൽ ഓടില്ല. ഈ സമയം എന്ന പ്ലാറ്റ്ഫോം കറൻസി കൊണ്ട് ഇതാ നിനക്ക് ലോകത്തിലുള്ളതും ഉണ്ടാക്കാം, നശിച്ചു പോണതും ഉണ്ടാക്കാം, നശിക്കാത്തതും ഉണ്ടാക്കാം. ദൈവരാജ്യത്തിൽ നശിക്കാത്തതും ഉണ്ടാക്കാം, ലോകത്തിൽ നശിക്കുന്നതും ഉണ്ടാക്കാം. ഗ്ലോറി. അപ്പോഴാണ് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നെ, മോനെ, ലോകത്തിലെ നിന്റെ മനോഭാവം ഇങ്ങനെയായിരിക്കണം. കാരണം നിനക്കൊരു കാർ ഉണ്ടെങ്കിൽ ആ കാർ ഓടാൻ ഏതാനും ലിറ്റർ പെട്രോൾ പോരെ? നീ പെട്രോൾ പമ്പിൽ ചെന്നു, അവർ ഫുൾ ടാങ്ക് അടിച്ചു തന്നു. പക്ഷെ നീ പെട്രോൾ പമ്പിൽ നിന്ന് പോകുന്നില്ല. അവർ ചോദിച്ചു, എന്താ ചേട്ടാ പോകാത്തെ? എനിക്ക് പെട്രോൾ പമ്പ് മുഴുവൻ വേണം. എനിക്ക് പെട്രോൾ പമ്പ് മുഴുവൻ. ആ ഒരു മനോഭാവം വേണ്ട. ആകപ്പാടെ 70 അല്ലെങ്കിൽ 80.
അതിനുള്ളിൽ നിന്റെ സ്വിച്ച് ഓഫ് ചെയ്യും. ഗ്ലോറി. അത്രയും കാലത്ത് ജീവിക്കാനുള്ള ഉണ്മാനും ഉടുപ്പാനുള്ളത് പോരെ. അപ്പോൾ നിന്റെ മനോഭാവം ഇത്രയാകണം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി. ഇവിടെ പിടുത്തം കിട്ടിയ ഗ്ലോറി. കാരണം ഈ സാധനം നിൽക്കത്തില്ല, ഇത് പോകും. ഇത് ഡിസ്പോസിബിൾ ഗ്ലാസ് പോലെയാ. ഗ്ലോറി. ഇത് പോകും. ഇത് ഉപയോഗിക്കുന്നവർ ക്ഷയിച്ചോണ്ടേ ഇരിക്കും. കേട്ടിട്ടില്ലേ തേയ്മാനമാണെന്ന്? തേയ്മാനം. ഗ്ലോറി. അത് ഉപയോഗിക്കുന്നവരും തേഞ്ഞ് 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 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഇതിന് ഉണ്മാനും ഉടുപ്പാനുള്ളെങ്കിൽ മതി. പക്ഷെ നീ മറ്റൊരു കാര്യം അന്വേഷിക്കണം. ഇത് തരാനാണ് നിന്റെ അപ്പൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഗ്ലോറി. ഇത് നിനക്ക് തരാനാണ് നിന്റെ അപ്പൻ നിനക്ക് ആഗ്രഹിക്കുന്നത്. നിന്റെ അപ്പൻ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിനക്ക് കിങ്ഡം തരാനാ. അതായത് നിന്നെ ഒരു രാജാവാക്കി. ശ്രദ്ധിച്ചേ, നിന്നെ ഒരു രാജാവാക്കി. നിന്നെ ഈ ലോക സംവിധാനം പറയുന്ന ഡോക്ടറാക്കാം, എഞ്ചിനീയറാക്കാം, പൈലറ്റ് ആക്കാന്നല്ലേ. എന്നിട്ട് ആക്കിയിട്ട് നിന്നെ മരണം കൊണ്ടുപോകും അല്ലേ. പക്ഷെ നിന്നെ ഒരു രാജാവാക്കി, ഈ ഭൂമിയുടെ ഭരണാധികാരിയാക്കിയ നിത്യം ഇതാ എന്റെ മകനാ, എനിക്ക് വേണ്ടി നീ ഭൂമിയെ വാഴുവാൻ നിന്നെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുക. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം നമ്മളിൽ നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കണം. ഇതാ കർത്താവ് പറഞ്ഞത്, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കേ. ഗ്ലോറി. നീ നോക്കിയിരിക്കുന്ന അപ്പച്ചൻ കണ്ടോ? ഈ അപ്പച്ചൻ അടുത്ത ഭൂമിയുടെ രാജാവാന്ന് അപ്പച്ചൻ അറിയോ? ആ ദേവദാസൻ അടുത്ത ഭൂമിയുടെ രാജാവാന്ന് ദേവദാസൻ അറിയോ? ഈ ഇരിക്കുന്ന സഹോദരിമാർ അടുത്ത ഭൂമിയുടെ രാജാവാന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയുന്നില്ല. ഞാനാ ഉള്ള കാര്യമായി പറയുന്നേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയം നിരൂപിച്ചിട്ടുമില്ല. ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വെളിപ്പാട് ദിവസം 22:5 ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാ: അവർ എന്നേക്കും രാജാക്കന്മാർ. ഗ്ലോറി. ഇത് ക്രിസ്ത്യാനികളോട് പറഞ്ഞ പോലും വിശ്വസിക്കത്തില്ല. പക്ഷെ ബൈബിൾ അവസാനിക്കുന്നത് അങ്ങനെയാ. വെളിപ്പാട് 22:5 അവർ എന്നേക്കും രാജാക്കന്മാർ. ബൈബിൾ വിശ്വസിക്കേ, ബൈബിൾ വിശ്വസിക്കേ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ജനം അടിപിടി കൂടുകയാണ്. അവിശ്വാസ പ്രമേയം വഴി താഴെ വീണില്ലെങ്കിൽ ഏറിയ പക്ഷം 5 വർഷം മാത്രം നിലനിൽക്കുന്ന, അതിനിടെ മരിച്ചില്ലെങ്കിൽ. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ഭരണേ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രസംഗിക്കുകയും അതിനുവേണ്ടി തമ്മിത്തല്ലുകയും ചെയ്യുന്ന ഓരോ ജംഗ്ഷനിൽ ചേരുമ്പോൾ അറിയാം അവർ ചെയ്തതൊക്കെ തെറ്റാണ്, ഞങ്ങൾ ചെയ്തതാണ് ശരി. അപ്പൊ അടുത്ത ജംഗ്ഷൻ ചെയ്ത മറ്റേ പാർട്ടി അവർ ചെയ്ത മുഴുവൻ തെറ്റാണ്, ഞങ്ങൾ ചെയ്തതാണ് ശരി. ഗ്ലോറി എന്ന് പറഞ്ഞ് പരസ്പരം ആക്രമിച്ച് ഭരണം നേടാൻ ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് അത് ഈ ലോകത്തിന്റെ ഭാവിയിൽ ഈ ലോകത്തിന്റെ കോഴ്സിലാണ് അവരെ ശ്രമിക്കുന്നത്. എന്നാൽ ഇപ്പുറത്തെ കർത്താവ് ഒരുക്കിയിരിക്കുക 5 വർഷം കൊണ്ട് നീ നിർത്തണ്ട, നീ അവിശ്വാസ പ്രമേയം കൊണ്ട് താഴെ വരണ്ട. പകരം നിന്നെ അവിടെ MP MLA മന്ത്രിയല്ല, നിന്നെ ദൈവത്തിന്റെ കോഴ്സില് നിത്യനായ ഭൂമിയുടെ രാജാവായി യേശു ക്രിസ്തുവിനോടൊപ്പം യെരൂശലേം തലസ്ഥാനമാക്കി ഭൂമിയെ വാഴുന്ന ആ രാജാവാക്കുവാനുള്ള ഓഫർ കിടക്കുമ്പോ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാതെ ഇതിനെക്കുറിച്ച് പറയാതെ ഈ ലോകത്തിൽ അരിഷ്ടമായ ഒരു ക്രിസ്ത്യാനിത്വത്തെ ഉണ്ടാക്കി ഇന്ന് ഈ തലമുറകൾ പോകുമ്പോ ഇതിന്റെ നടുവിൽ യേശു പ്രസംഗിച്ച സുവിശേഷമായ ദൈവരാജ്യം പ്രസംഗിച്ച് ഈ ജനത്തെ അതിലേക്ക് ആർത്തിയുള്ളവരായി ആ ദൈവിക ഭവനത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ ശുശ്രൂഷ ദൈവം ഈ പട്ടണത്തിൽ വെച്ചിരിക്കുന്നത്. മോനെ മോളെ, നീയാണ് അടുത്ത ഭൂമി വാഴേണ്ട രാജാവ്. അതോടുകൂടെ നിന്റെ മരണത്തെ കർത്താവ് എടുത്ത് മാറ്റും. നിന്റെ മരണത്തെ കർത്താവ് എടുത്ത് മാറ്റും. ഗ്ലോറി. ഈ സന്ദേശം യേശു പ്രസംഗിച്ചു നിങ്ങൾ ചിന്തിക്കും. യേശു പറയാണ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, കിങ്ഡം രാജഭരണം നിന്റെ കൈ തരാൻ നിന്റെ അപ്പൻ പ്രസാദിച്ചിരിക്കുന്നു. കിങ്ഡം എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾ ഇംഗ്ലീഷ് വേർഡാണ്. ഒന്ന് കിങ് പ്ലസ് ഡൊമീനിയൻ. കിങ് എന്ന് വെച്ചാൽ ആരാ നിങ്ങൾക്ക് അറിയാമോ? രാജാവ്. ഡൊമീനിയൻ എന്ന് വെച്ചാൽ വാഴ്ച. രാജവാഴ്ച, രാജഭരണം നിനക്ക് തരാൻ നിന്റെ അപ്പൻ ആരാണ്? രാജാക്കന്മാരുടെ രാജാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാ യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇതിനു വേണ്ടി ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:26 ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്തിനാ മനുഷ്യൻ സൃഷ്ടിച്ചെന്നറിയാമോ? ഈ ഭൂമിയുടെ ഭരണം അവൻ ഏറ്റെടുക്കാൻ വേണ്ടിയാ സൃഷ്ടിച്ചേ.
അവിടെ എഴുതിയിരിക്കുന്നു, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ഡൊമിനിയൻ, അവർ ഭൂമിയുടെ രാജാക്കന്മാരായിരിക്കട്ടെ എന്നതിന്റെ അർത്ഥം. അവർ ഭൂമിയെ വാഴട്ടെ. പക്ഷെ ഇന്ന് എന്താ സംഭവിക്കണേ? ദൈവം ഭൂമിയെ വാഴുവാൻ ഉണ്ടാക്കിയ മനുഷ്യനെ മരണം വാഴുകയാണ്. ദൈവം ഭൂമിയെ വാഴുവാൻ ഉണ്ടാക്കിയ മനുഷ്യനെ മരണം വാഴുകയാണ്. ഹല്ലേലൂയ. മനുഷ്യന് ഭൂമിയെ വാഴുവാൻ കഴിയുന്നില്ല, മരണം മനുഷ്യനെ വാഴുകയാണ്. നിങ്ങൾക്കറിയാം, മഹാനായ അലക്സാണ്ടർ എന്തുകൊണ്ടാണ് മഹാൻ എന്ന് വിളിക്കുന്നത്? അവൻ രാജ്യങ്ങളെ കോൺകർ ചെയ്ത് കീഴടക്കി വന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതാ തന്റെ 33-ാമത്തെ വയസ്സിൽ തന്റെ ജീവിതത്തിലേക്ക് ഒരു അസുഖം കയറി വന്നു. ആ ചെറുപ്പത്തിലെ ഒരു അസുഖം കയറി വന്നു. ഇതാ മലേറിയ എന്ന് പലരും പറയുന്നു. ആ അസുഖത്തില് അലക്സാണ്ടറെ മരണം കീഴടക്കി. ശ്രദ്ധിച്ചേ. എന്നാൽ ഒരു മരണവും നിന്നെ കീഴടക്കാത്ത രീതിയിൽ നിന്നെ ഈ ലോക സിസ്റ്റത്തിൽ നിന്ന് തന്നെ, ലോകത്തിന്റെ കാലഗതിയിൽ നിന്ന് തന്നെ നിന്നെ മാറ്റി ദൈവത്തിന്റെ സിസ്റ്റത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് അവിടുത്തെ ആ മഹോന്നത പദവിയായ ദൈവത്തിന്റെ മകൻ എന്ന പദവിയും ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയുടെ ഭരണാധികാരിയുമാക്കി നിന്നെ തീർക്കുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറച്ചുകൊണ്ട്, ഈ ലോകത്തിന്റെ നന്മകൾ കാണിച്ച് ഇതാ മറച്ചുകൊണ്ടുള്ള പിശാചിന്റെ ഒരു സുവിശേഷം ഇന്ന് പോയിക്കൊണ്ടിരിക്കുക ലോകം മുഴുവൻ. സാക്ഷാൽ യേശുവിനോട് തന്നെ പിശാചി പറഞ്ഞു, ഇതാ നിനക്ക് ഞാനൊരു സുവിശേഷം തരാം. എന്താണ്? ഇന്ന് ഞാൻ പാരഫ്രൈസ് ചെയ്ത് പറയാ, ലോകത്തിൽ നിന്റെ മക്കൾ ഇതാ ആഗ്രഹിക്കുന്ന ലോകം അതിലെ സകല മഹത്വം കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. എന്നെ നമസ്കരിച്ചാൽ ഇത് നിന്റേതാവും. ഇന്ന് യഥാർത്ഥത്തിൽ പിശാച് അന്ന് കാണിച്ചതിനെ ആഗ്രഹിച്ചല്ലേ നമ്മളിൽ പലരും ഓടുന്നേ? അവനവനെ തന്നെ ജഡ്ജ് ചെയ്യേ. യേശു കാണിച്ച ദൈവരാജ്യം ആഗ്രഹിച്ചാണോ ഓടുന്നേ? അതോ പിശാച് കാണിച്ച ലോകവും അതിന്റെ മഹത്വവും ആഗ്രഹിച്ചാണോ നാം ഓടുന്നേ? വേറെ ആരെയും നോക്കരുത്, അവനവനെ തന്നെ നോക്കണം. കാരണം ഇനി നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോണത് കർത്താവ് യേശുവാ. ഇന്ന് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്, നാളെ ജഡ്ജിയായി മാറും. ന്യായവിധി മുഴുവൻ പിതാവ് യേശുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. അന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മുടെ സൈഡായിട്ട് കർത്താവുണ്ട്. ഗ്ലോറി. ഇന്ന് മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവർക്ക് മനസ്സാന്തരപ്പെടുവാൻ മനസ്സുള്ളവർക്ക് ഇന്ന് മാനസാന്തരപ്പെടാം. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ജനത്തെ അറിയിച്ച്, ജനത്തെ മരണത്തെ ഭയമില്ലാത്തവരായി, മരണത്തിന്റെ മേൽ നടന്നു കയറുന്നവരായി, മരണമെന്ന് പറയുമ്പോൾ പൗലോസിനെ പോലെ മരിക്കുന്ന എനിക്ക് ലാഭമെന്ന് പറയത്തക്ക രീതിയിൽ ആളെ മാറ്റുന്ന യേശുവിന്റെ സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷം ഇത് അറിയിച്ച് ഈ പട്ടണത്തിലും ദൈവത്തിന് ഒരു കൂട്ടം ജനമുണ്ട്. ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വരം ഇതാ പ്രവാചകൻ പറയാ, എല്ലാവരും പോയി ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇതാ ദൈവം പറയാ, ഇല്ല, നീ ഒറ്റയ്ക്കല്ല. ബാലിന് മുട്ടുമടക്കാത്ത, ലോകത്തിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ആലപ്പുഴയിൽ ആരുമില്ല എന്ന് പറയുമ്പോ ദൈവം പറയുന്നു, ഇല്ല, ഇതാ ലോകത്തിന് മുട്ടുമടക്കാത്ത ചിലർ ഈ പട്ടണത്തിന്റെ ഉള്ളിലുണ്ട്. അവരെ വേർതിരിക്കാനായി ശുശ്രൂഷ സ്വർഗത്തിലെ ദൈവം ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്റെ ആടുകൾ എന്റെ സ്വരം കേൾക്കും, അവരത് തിരിച്ചറിയും, അവർ എന്നെ അനുഗമിക്കും, ഞാൻ അവർക്ക് നിത്യ ജീവൻ കൊടുക്കാം. ഇതിനു വേണ്ടിയാ കർത്താവ് ശുശ്രൂഷ വെച്ചിരിക്കുന്നത്. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതിന്റെ തുടർന്നുള്ള സെക്ഷനുകൾ നമ്മൾ അടുത്ത ഭാഗത്ത് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ അതിനു മുമ്പ് ഇതാ ഇതുമായുള്ള ബന്ധത്തിൽ ഒരു ട്രാക്ട്, കിങ്ഡം ട്രാക്ട്, ഇതാ ആദ്യമായിട്ട് ഇന്നലെ കർത്താവ് പ്രിന്റിൽ നിന്ന് പ്രസ് ചെയ്ത് പുറത്തിറക്കാനായിട്ട് ഇടയായി. അത് ഇന്ന് ഈ ആലപ്പുഴ പട്ടണത്തിലാണ് അത് പ്രാർത്ഥിച്ച് നമ്മൾ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കിങ്ഡം ട്രാക്ട്. ഗ്ലോറി. ഈ ട്രാക്റ്റിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് കാലങ്ങളിൽ ട്രാക്റ്റുകൾ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ട്രാക്റ്റ് 2 രൂപത്തിലാണ് ഈ ട്രാക്റ്റ് മുന്നോട്ടേക്ക് പോകുന്നത്. 2 രൂപത്തിൽ. ഗ്ലോറി. ഒന്ന് വാട്സപ്പ് ട്രാക്ട്. ഇത് പേപ്പർ ട്രാക്റ്റിനേക്കാൾ വളരെ സ്പീഡിൽ പോകും. വാട്സപ്പ് ട്രാക്ട്. വാട്സപ്പിലൂടെ ഇതാ ഇത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എത്ര പേരുണ്ടോ അവർക്കെല്ലാം വളരെ സ്പീഡിൽ, നിങ്ങൾക്ക് ആർക്കൊക്കെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കണോ അധികമല്ല, ഒരു A4 പേപ്പറേ ഉള്ളൂ. ഒരു A4 പേപ്പറിന് 4 പുറം. ഗ്ലോറി. ഇതാ അവിടെ ഈ കർത്താവ് യേശുക്രിസ്തുവിന്റെ ബൈബിളിലെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവരാജ്യത്തിന്റെ സുവിശേഷം വളരെ ഷോർട്ടായിട്ട്, എന്നാൽ ഏതൊരു
സാധാരണ മനസ്സിനും മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ താഴെ കുറച്ച് ഏറ്റവും അവസാനം കുറച്ച് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് അത് കൊടുക്കുമ്പോൾ നിങ്ങൾ അവരെ ഗൈഡ് ചെയ്യേണ്ട ഒരു ചുമതലയുണ്ട്. ഈ കർത്താവിങ്കിലേക്ക് നിങ്ങളുടെ പേരും നമ്പറും എഴുതാനുള്ള സ്ഥലം അതിൻ്റെ താഴെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ദേശത്തേക്ക് എത്രയോ പീസ് വേണം, ആ പീസ് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നവർ ഇത് വാട്സപ്പിൽ പുറകിൽ ദേവദാസൻ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ദേവദാസൻ ജോബുണ്ട്, അവരോട് പറഞ്ഞ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഇട്ട് തരും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് അയക്കാം. കാരണം ഇനി ഇതേ നിലനിൽക്കൂ. കാരണം മത്തായി 24:14 പറയുന്നത് രാജത്വത്തിൻ്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൻ്റെ എല്ലായിടത്തും അറിയിക്കപ്പെടും. ഒരു നാള് ഞാൻ ദുബായ് പട്ടണത്തിൽ മൂവി കൊണ്ടിരുന്നപ്പോൾ ഒരു സുരേഷ് എന്ന് പറഞ്ഞ സീനിയർ ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, മോനെ ഇപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ബിസിനസ്? അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റുള്ളതെല്ലാം മാറ്റി ഇപ്പോൾ HP ആക്കി, എല്ലാം ബ്രാൻഡ് HP ആക്കി. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി അങ്ങനെ ആക്കിയേ? മോനെ ഇനി HP നിലനിൽക്കും, ബാക്കി എല്ലാ മോഡലും പുറത്തേക്ക് പോകും. അത് ഇന്ന് അവിടെ സംഭവിക്കുകയും ചെയ്തു. ഗ്ലോറി. അതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇനി ബാക്കി എല്ലാ തരം സുവിശേഷങ്ങളും പുറത്തു പോകും. യേശു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം മാത്രമേ ഇനി നിൽക്കത്തുള്ളൂ. രാജത്വത്തിൻ്റെ സുവിശേഷം. കാരണം ബൈബിൾ വേടാ പറയുന്നത് രാജത്വത്തിൻ്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷിയായി ലോകത്തിൻ്റെ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. അതിൻ്റെ വഴികളും മാർഗമാണ് കർത്താവ് ഇവിടെ ഒരുക്കുന്നത്. ഗ്ലോറി. അപ്പോൾ ഇത് ഇവിടെ ഇതിൽ പേപ്പറിലുണ്ട്. ഇത് പ്രാർത്ഥിച്ച് ഇത് റിലീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഈ പട്ടണത്തിലാണ് ഇത് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് പ്രാർത്ഥിച്ച് റിലീസ് ചെയ്യുവാനായിട്ട് ചില ദൈവദാസന്മാരെ കടന്നു വന്നാട്ടെ. പാസ്റ്റർ സെൽവരാജ്, പാസ്റ്റർ നസീർ, ഗ്ലോറി മുന്നോട്ടേക്ക് കടന്നു വന്നാട്ടെ. ഗ്ലോറി ടു ഗോഡ്. തിരുവനന്തപുരം പട്ടണത്തിൽ ഇത് അറിയിക്കാനുള്ള വ്യക്തിത്വമാണ് നിൽക്കണേ. ഗ്ലോറി. ദേവദാസൻ എവിടെ നിന്ന്? ആലപ്പുഴയാണോ? പ്രൈസ് ഗോഡ്. നസീർ അല്ലേ? ഗ്ലോറി ടു ഗോഡ്. ഇതിനൊരു ട്രാക്റ്റ് ഉണ്ട്. ഇത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുക്കാം. പ്രാർത്ഥിച്ച് എന്നിട്ട് ദൈവദാസന് കൊടുത്താട്ടെ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ലോകം മുഴുവന് സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നല്ല പകലിനായി വീണ്ടും സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. എന്ന് പകൽ വേള കർത്താവെ നല്ലൊരു സുവിശേഷം, നല്ലൊരു വാർത്ത, നല്ലൊരു സന്ദേശം കേൾപ്പാൻ എൻ്റെ പൊന്നു കർത്താവ് സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ. പ്രിയദാസൻ പറഞ്ഞതുപോലെ കർത്താവെ ലോകമെങ്ങും സുവിശേഷം അറിയിക്കുക കർത്താവ്. അത് ഏത് വണ്ണമെന്നുള്ളതിനെക്കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ പ്രിയദാസൻ എഴുതപ്പെട്ട കർത്താവ് എന്ന് പകൽ റിലീസ് ചെയ്യുന്നതായ ഈ ട്രാക്റ്റിന് അങ്ങയുടെ കാര്യങ്ങൾ തരുന്ന കർത്താവെ ഹല്ലേലൂയ. ഇത് എവിടെയെല്ലാം ചെല്ലുന്നുവോ അതെല്ലാം അനുഗ്രഹമായി തീരുവാൻ, അത് നന്മയായി തീരുവാൻ, അത് വിടുതലായി തീരുവാൻ, അതിനൊരു കർത്താവ് ദൈവത്തെ കുറിച്ച് നന്നായി അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ കർത്താവെ ഈ ട്രാക്ട് ഇന്ന് പകൽ കർത്താവെ പ്രിയ ദാസന് അത് കൊടുത്ത് രക്ഷപ്പെട്ട് ചെയ്യുകയാണ്. കാരണം അനുകൂലമായി തീരണം, കൃപ കൂടിയിരിക്കും, കർത്താവ് സഹായിക്കും. സകലവും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇത് വായിക്കാം പെട്ടെന്ന്. ഇതിൻ്റെ ടൈറ്റിൽ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നു. ആ ടൈറ്റിൽ ആരെയും ആകർഷിക്കുന്നതാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, മനുഷ്യ ഭൂമിയുടെ മരണമില്ലാത്ത രാജാവാണ് നീ. ഗ്ലോറി. യേശുവിൻ്റെ സുവിശേഷമായി പറയുന്നത്. ഇനി അവിടെ എഴുതിയിരിക്കുകയാണ്, അവിശ്വാസ പ്രമേയത്താൽ താഴെ പോകാത്ത പക്ഷം ഏറിയാൽ 5 വർഷം മാത്രം നീണ്ടു നിൽക്കുന്ന ഭൂമിയിലെ ഭരണത്തിനായി ആഗ്രഹിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രസ്താവനയുമായിട്ടാണ് വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത്. എഴുതിയിരിക്കുന്നു ബൈബിൾ വേർഡ്, അവർ എന്നേക്കും രാജാക്കന്മാർ ആയിരിക്കും. വെളിപ്പാട് 22:5. അടുത്തത്, ബൈബിളിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടോ? ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് ക്രിസ്തീയ വിശ്വാസികൾ തന്നെ ചിന്തിച്ചേക്കാം. ബൈബിൾ പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9.
യേശുക്രിസ്തു പ്രസംഗിച്ച ഈ സുവിശേഷം, ബ്രാക്കറ്റിലെ നല്ല വാർത്ത, മാർക്കോസ് 1:15. ഇന്ന് സുവിശേഷ വേദികളിൽ പോലും കേൾക്കുന്നത് വിരളം. സുവിശേഷകർ യേശുവിനെ കുറിച്ച് പറയുന്നു, പക്ഷെ യേശു പ്രസംഗിച്ച രാജ്യത്തെ സുവിശേഷത്തെക്കുറിച്ച്, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം പറയുന്നവർ ചുരുക്കം. യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ചെറിയ ആട്ടുകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യത്വം, കിങ്ഡം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32. ദൈവം മനുഷ്യർക്ക് രാജ്യത്വം, കിങ്ഡം, രാജഭരണം, അതിൻ്റെ അർത്ഥം രാജഭരണം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് യേശുവിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഭൂമിയുടെ ഭരണം അലങ്കരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ബൈബിൾ പറയുന്നു. ദൈവം നാം നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക, അവർ സർവ്വഭൂമിയെയും വാഴട്ടെ. ഉൽപ്പത്തി 1:26. എന്നാൽ ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേട് മൂലം മനുഷ്യരെ ഇന്ന് മരണം വാഴുകയാണ്. റോമർ 5:12. ഏക മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എങ്കിലും ഒടുക്കം ദൈവം മരണത്തെ നീക്കി മനുഷ്യർക്ക് ഭൂമിയുടെ നിത്യരാജ്യത്വം, കിങ്ഡം തിരികെ കൊടുക്കുമെന്ന് ബൈബിൾ പറയുന്നു. ഒടുക്കം രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്വം, കിങ്ഡം അവകാശം ആക്കി കൊള്ളുവിൻ. ഇതാ തുടർന്ന് അടുത്ത പേജ് ഇങ്ങനെ പറയുന്നു, രാജ്യത്വം, കിങ്ഡം എന്നത് രണ്ട് വാക്കുകൾ ചേർന്നതാണ്. കിങ് പ്ലസ് ഡൊമിനിയൻ. കിങ് രാജാവ്, ഡൊമിനിയൻ ഭരണം. അതായത് ഇന്ന് ഭൂമിയിൽ ജീവിച്ച് ദൈവവചനം അനുസരിച്ച് ജയിക്കുന്ന മനുഷ്യരെ നിത്യരാജാക്കന്മാരായി ഭൂമിയുടെ ഭരണം ഏൽപ്പിക്കുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് യേശു തന്നെ അനുഗമിക്കുന്നവരോട് പറയുന്നത്. യേശു സഭകളോട് പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. താഴെ സഭകളോട് പറയുന്നത് എന്താണെന്ന് എഴുതിയിരിക്കുകയാണ്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാൻ ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന്? ചെവി ഉള്ളവൻ കേൾക്കട്ടെ. വീണ്ടും സഭയോട് പറയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ, ഇംഗ്ലീഷിലാണെങ്കിൽ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. അവർ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോവും. വെളിപ്പാട് 2:26-27. തുടർന്ന് പറയാണ്, പ്രിയരെ, ദൈവം ഭൂമിയെ വാഴുവാൻ പോവുകയാണ്. എങ്ങനെ? ജയിക്കുന്ന മനുഷ്യരിലൂടെ. അതിൻ്റെ ഡീറ്റെയിലുകൾ നിങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കും. സ്തോത്രം. പ്രിയരെ, ഒരു നല്ല വിശേഷം, ബ്രാക്കറ്റിലെ സുവിശേഷം ഞാൻ നിങ്ങളോട് പറയട്ടെ. അവിടെ എഴുതിയിരിക്കുന്നു, ഇത് വായിക്കാൻ അവസരം കിട്ടിയ നിങ്ങളാണ് ആ മനുഷ്യൻ, നിങ്ങളാണ് ആ ഭൂമിയുടെ രാജാവ്. ഗ്ലോറി. നിങ്ങളാണ് അടുത്ത ഭൂമിയുടെ രാജാവ്. യേശു ക്രിസ്തുവിനോടൊപ്പം യെരുശലേം തലസ്ഥാനമാക്കി ഭൂമിയെ വാഴേണ്ട വ്യക്തിയാണ് നിങ്ങൾ. അതിശയോക്തി തോന്നുന്നു അല്ലേ? അതിശയോക്തി തോന്നുന്നു അല്ലേ? ചിലർ ഇരിപ്പുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിശയോക്തി തോന്നുന്നു അല്ലേ? യേശു പറഞ്ഞ സുവിശേഷമായി പറയണേ, അത് നമ്മൾ ഇന്ന് പ്ലാനറ്റിൽ കേൾക്കുന്നില്ല. അത് കേൾക്കണം. അതിനാണ് നമ്മൾ ദൈവം വിളിച്ചത്. അത് നമ്മൾ കേൾപ്പിക്കണം. അതിശയോക്തി തോന്നുന്നു അല്ലേ? ഇനി അടുത്ത ഭാഗം. ഇപ്പോൾ ജനത്തിനുള്ളിൽ തോന്നും, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഈ രാജാവായി തീരാൻ ഞാൻ എന്ത് ചെയ്യണം? അതാണ് ഭാഗം 2. ഭാഗം 2 പറയാണ്, ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, അതിന് ഞാൻ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്നു, നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മകനായി ഈ ഭൂമിയുടെ രാജാവായിട്ടാണ്. നിന്റെ വിളിയും അതിലേക്കുള്ള തെരഞ്ഞെടുപ്പും നീ ഉറപ്പ് ആക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. 2 പത്രോസ് 1:10. ഇവിടെ പറയുകയാണ്, ബൈബിൾ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പുസ്തകമല്ല, സൃഷ്ടാവായ ദൈവം തൻ്റെ മക്കൾക്ക് എഴുതിയ സ്നേഹലേഖനമാണ് എന്ന് ആദ്യം നാം മനസ്സിലാക്കണം. തൻ്റെ ഹൃദയത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള പദ്ധതി ദൈവം ബൈബിളിലൂടെ മാനവരാശിയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഒരു ചോദ്യ ഉത്തരവാണ്, ഭൂമിയുടെ നിത്യരാജാവാകാൻ ഞാൻ എന്ത് ചെയ്യണം? അതിൽ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യണ്ടേ? അപ്പോൾ ഉടനെ എഴുതിയിരിക്കുന്നു, ദുബായിയുടെ ഇന്നത്തെ രാജാവ് ഷെയ്ഖ് മുഹമ്മദ് ആണ്. അദ്ദേഹം ദുബായിയുടെ രാജാവായി തീർന്നത് ആരെങ്കിലും വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടല്ല, വാക്ചാതുര്യവും തടിമിടുക്കും ഉണ്ടായത് കൊണ്ടുമല്ല. ദുബായിലെ മുമ്പിലത്തെ രാജാവായ ഷെയ്ഖ് റാഷിദിന്റെ മകനായി ആ രാജകുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ്.
ഇതുപോലെ ഇന്ന് മരണമുള്ള മനുഷ്യമക്കളായ നാം ദൈവ ഇഷ്ടം ചെയ്ത് മരണമില്ലാത്ത ദൈവമക്കളായി ദൈവരാജ്യത്തിലേക്ക് ജയം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ അവകാശത്തിലേക്ക് ബ്രാക്കറ്റിൽ രാജ്യത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ചോദ്യം, മനുഷ്യനായ ഞാൻ ദൈവമകനാകാൻ എന്ത് ചെയ്യണം? 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അവർ ചേർത്തിരിക്കുന്നത് ചേരുക, പഠിക്കുക, ജയിക്കുക. അതിന് എന്താ വേണ്ടേ? ഒരു പ്രിൻസിപ്പിളാണ്. അത് പെട്ടി ഒരു ബോക്സിലിട്ടിരിക്കുന്നത് കാണാം. ചേരുക, പഠിക്കുക, ജയിക്കുക. അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് ദൈവമകനാകാൻ ദൈവമൊരുക്കിയ പദ്ധതിയിൽ ചേരുക. ചേരുക എന്നത് യേശു കർത്താവിനെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് സ്വീകരിച്ച് പാപവഴികളെ വിട്ട് മനം തിരിഞ്ഞ് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനമെടുക്കുക. ബൈബിൾ പറയുന്നു, യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി കർത്താവായി കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. ആദ്യം മകനാകണം. ഗ്ലോറി. അങ്ങനെ മകനായാലാണ് തുടർന്ന് രാജ്യത്തിലേക്ക് വരാൻ പറ്റൂ. അപ്പോൾ ആദ്യം അതിനുള്ള കോഴ്സ് ഉണ്ട്. അതാണ് നാം രക്ഷിക്കപ്പെടുന്നത്, യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നത്. അതാദ്യം ചെയ്യണം. അതാണ് യോഹന്നാൻ 1:12 എഴുതിയിരിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അപ്പോൾ അധികാരം കൊടുത്തു, അതിൽ നമ്മൾ ചേരണം, രക്ഷിക്കപ്പെടണം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇത് എൻ്റെ സഹോദരങ്ങളിൽ നല്ലൊരു പങ്ക് പേര് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം മുതൽ അവർ ചെയ്യുന്നില്ല. പഠിക്കുക, ജയിക്കുക, ഇതാണ് ചെയ്യാത്തത്. ഗ്ലോറി. ശ്രദ്ധിച്ച്, രണ്ടാമത് ചെയ്യേണ്ടത് യേശുവിനോട് പഠിച്ച് ജയം പ്രാപിക്കുക. അവിടെ എഴുതിയിരിക്കുകയാണ്, മെഡിക്കൽ കോളേജ് MBBS പഠിക്കുവാൻ അവസരം കിട്ടിയ ഒരു വിദ്യാർത്ഥിയെ 5 വർഷം ഗവൺമെന്റ് നിഷ്കർഷിച്ചിരിക്കുന്ന സിലബസ് പഠിച്ച് പാസ്സായി ഡോക്ടർ ആകുന്നത് പോലെ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവമക്കളാകുവാൻ അധികാരം കിട്ടിയ വ്യക്തികൾ തുടർന്ന് യേശുവിനോട് പഠിച്ച് യേശുവിന്റെ സ്വഭാവം ആ വ്യക്തികളിലേക്ക് സ്വീകരിച്ച് ജയം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. യേശു പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. ഇങ്ങനെ യേശുവിനോട് പഠിച്ച് ജയം പ്രാപിക്കുന്ന ഓരോ വ്യക്തിയും യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി തീരുകയും സ്വയത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും. താഴെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. റോമർ 8:14. ഇനി അവസാനത്തെ പേജിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരാണ് ജയം പ്രാപിക്കുന്നവർ, അവരാണ് ദൈവമക്കൾ. ഇങ്ങനെ ജയം പ്രാപിക്കുന്ന ദൈവമക്കളാണ് എന്നേക്കും രാജാക്കന്മാർ. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. വെളിപ്പാട് 21:7. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. വെളിപ്പാട് 22:5. പ്രിയരെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഒരു ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ പരാമർശിച്ചിട്ടില്ല. പകരം സൃഷ്ടാവായ ദൈവത്തിന് തൻ്റെ സൃഷ്ടികളായ മനുഷ്യരെക്കുറിച്ചുള്ള ഉദ്ദേശമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും പറയട്ടെ, ബൈബിൾ ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ പുസ്തകമല്ല. അറിവില്ലാത്ത മനുഷ്യർ അങ്ങനെ ആക്കി തീർത്തതാണ്. പകരം ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ അറിയിക്കുന്ന സ്നേഹ സന്ദേശമാണ് ബൈബിൾ. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ സന്ദേശത്തിന്റെ പേരാണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം. അതിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ പല കിരീടങ്ങളെ കാണാം, നടുവിൽ വലിയൊരു കിരീടം കാണാം. അതാണ് യേശു ക്രിസ്തു രാജാക്കന്മാർ രാജാവ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 2 സൈഡിലേക്കും കിരീടങ്ങളുണ്ട്. ഇതാണ് രാജാക്കന്മാർ. ആ പൊസിഷനുകളാണ് നമ്മൾ അലങ്കരിക്കേണ്ടത്. ഇതാ ഇനി അവിടെ എഴുതിയിരിക്കുന്നു. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? അവിടെ ചില നമ്മുടെ വാട്സപ്പ് സന്ദേശത്തിൻ്റെയും ഇന്റർനെറ്റിലെ യൂട്യൂബ് സൈറ്റുകളുടെയൊക്കെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ കയറിയാൽ ഇതാ ഞാനിവിടെ വരണമെന്ന് പോലും നിർബന്ധമില്ല. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാക്കാം. അതിൽ 1-2 വായിക്കട്ടെ. യൂട്യൂബിൽ SVJ മെസ്സേജസ് ലോഗിൻ ചെയ്യുക. യൂട്യൂബ് ഇന്റർനെറ്റിലെ ഒരു വെബ്സൈറ്റ് ആണ്. അതിൽ SVJ മെസ്സേജസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് 700-800-ലധികം ഇതാ ദൈവരായ സന്ദേശങ്ങൾ സൗജന്യമായി കേൾക്കാൻ ഡൗൺലോഡ് ചെയ്യാം. ഗ്ലോറി. അതോടൊപ്പം തന്നെ ഇതാ ഷാജി ജോസഫ് VOG എന്നീ ഫേസ്ബുക്ക് പേജുകൾ സന്ദർശിക്കുന്നുവെങ്കിൽ അതിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രോഗ്രാമും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇതിനു മുമ്പ് നടക്കുന്ന പ്രോഗ്രാമുകളും നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ഇതാ അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശത്തിനായി ഇത് നിങ്ങളുടെ നമ്പറുകൾ അയച്ചു കൊടുക്കാൻ നമ്പറുകളുണ്ട്. OM ബുക്ക് അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ഷാജി ജോസഫിന്റെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് നോക്കുക. അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഡോട്ടഡ് ലൈൻ ഇട്ടിട്ടുണ്ട്.
അവിടെ എന്തിനാണെന്നറിയാൻ പറ്റില്ല, നിങ്ങൾ ഏത് ദേശത്താണ് കൊടുക്കുന്നത് അവിടെ നിങ്ങൾ ആ ജനത്തെ ഒന്ന് ഗൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഈ വചനത്തിലൂടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ നമ്പർ എഴുതുവാനുള്ള സ്ഥലമാണ് ഏറ്റവും അവസാന ലൈനിൽ ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ പേര്, നമ്പറുകൾ എഴുതി നിങ്ങൾ കൊടുക്കുന്ന ജനത്തിൻ്റെ അടുക്കൽ അവരെ ഗൈഡ് ചെയ്യുവാൻ. അത് കാരണം ആരംഭത്തെക്കാൾ അവസാനമാണ് മനോഹരമാകേണ്ടത്. നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് ഫലമായി തീരണം. അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഗ്ലോറി. അപ്പൊ ഈ സ്വർഗത്തിലെ ദൈവം ഇതാ തൻ്റെ ചിന്തകൾ തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഈ ഭൂമിയിലേക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് രാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഇൻ ഷോർട്ട് അതിൻ്റെ കണ്ടന്റ്. അപ്പോൾ ഇത് ഏറ്റെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര പേജുകൾ ഇതാ നിങ്ങളെ സഹോദരങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോവുക. ഇതാ തുടർന്നും ഇതാ നമുക്ക് ആ പ്രിന്റ് ചെയ്യാൻ കൊടുത്തതിൻ്റെ മുഴുവനും കിട്ടിയിട്ടില്ല, ഇനിയും കിട്ടാനുണ്ട്. ഞാൻ ചിന്തിക്കുന്നു ഇത് അനേക ലക്ഷങ്ങൾ പല ലാംഗ്വേജുകൾ ഇത് പ്രിന്റ് ചെയ്ത് പുറത്ത് കർത്താവ് ഇറക്കും. കാരണം മത്തായി 24:14 ഇതിൻ്റെ പിൻബലമായിട്ട് കിടക്കുകയാണ്. ഇത് നാം വായിച്ച മാത്രം പോരാ, ഇത് നാം അവകാശമാക്കണം. നാം ഈ ഭൂമിയുടെ ഭരണകർത്താവായി തീരണം. ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഇലക്ഷനോ MP ആകാനോ MLA ആകാനോ നമുക്ക് കഴിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഈ ഭൂമിയുടെ മരണമില്ലാത്ത രാജാവാകാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ കുടുംബത്തിലേക്ക് തൻ്റെ മക്കളായി നിങ്ങളെ വിളിക്കുകയാണ്. ആ വിളി ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക.